ഓക്കെ അതിര അച്ചു. ഓക്കെ, എനിക്ക് ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്തിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴല്ല. അനഘ, സാന്ദ്ര, ഗൗരി എല്ലാവർക്കും കൂടി വേണം. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് നെറ്റ് സ്ലോ ആണ്. ഞാൻ കുറെ ദിവസമായി നിങ്ങൾ പഠിപ്പിച്ചിട്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് സമയമില്ല, പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് കഴിഞ്ഞ മാസത്തെ പെട്ടെന്ന് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോ ഇപ്പം മെയിനായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ഫാമേഴ്സിന്റെ അജിറ്റേഷൻ ആണ്. അതെന്തിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു 3 ഫാം ബിൽസ് ഇപ്പം പാർലമെന്റിൽ ഗവൺമെന്റ് പാസ്സാക്കിയത്. വലിയ ഡിസ്കഷൻ ഒന്നും ഇല്ലാതെയാണ് പാർലമെന്റിൽ പാസ്സാക്കിയത്. അതില് ഫാമേഴ്സിൽ ഒരു വിഭാഗത്തിനെങ്കിലും ഇഷ്ടപ്പെടാത്ത കുറെ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോ അതാണ് അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ അജിറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ MSPയെ കുറിച്ചൊക്കെ എപ്പോഴും കേൾക്കുമായിരിക്കും. MSP എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. അപ്പൊ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ താങ്ങുവില എന്ന് മലയാളത്തിൽ പറയുന്നതാണ്. അത് നമ്മളുടെ അഗ്രികൾച്ചറൽ ക്രോപ്സിനൊക്കെ എല്ലാത്തിനും ഇല്ല, കുറെ അഗ്രികൾച്ചറൽ ക്രോപ്സിന് ഗവൺമെന്റ് താങ്ങുവില കൊടുക്കുന്നുണ്ട്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പുതിയ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ MSP എന്നുള്ള സംവിധാനം ഇല്ലാതാകും എന്നാണ് ഒരു പേടി ഫാമേഴ്സിന്റെ. പിന്നീട് ഈ ഫാം ബിൽസ് പറയുന്ന അനുസരിച്ച് ഇടനിലക്കാര്, ആർത്തിയാസ് എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏജൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഞ്ചാബിലൊക്കെ പോയാൽ കാണാം. ആർത്തിയാസ് എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏജൻസ് ഉണ്ട്. അവർ വഴിയാണ് മണ്ടിയിൽ ഇവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഒക്കെ സെല് ചെയ്യുന്നത്. മണ്ടി എന്ന് പറയുന്നത് APMCസിന്റെ അണ്ടറിലുള്ളതാണ്. APMC എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്. അത് നമ്മുടെ കേരളത്തിലാണ് ആക്റ്റീവ് അല്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിലാണ് ഈ APMC ഒക്കെ ഉള്ളത്. അഗ്രികൾച്ചർ, മഹാരാഷ്ട്ര, അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. മഹാരാഷ്ട്ര ഈ ഇടയ്ക്ക് APMC ആയിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു. അപ്പൊ APMC എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ് ആണ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, APMCs. ഈ APMCസിന്റെ അണ്ടറിൽ മണ്ടികളുണ്ട്. മണ്ടി, ഈ മണ്ടികളിൽ ആണ് ഫാമേഴ്സ് കൊണ്ട് അവരുടെ വീറ്റും റൈസും ഒക്കെ സെല് ചെയ്യേണ്ടത്. ഈ മണ്ടികളിൽ കമ്മീഷൻ ഏജൻസ് ഉണ്ട്. ആ കമ്മീഷൻ ഏജൻസിനെ ആർത്തിയാസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അവരുടെ പേരൊന്നും നിങ്ങൾ അറിയണമെന്നില്ല. കമ്മീഷൻ ഏജൻസ് ഉണ്ട്. ആ കമ്മീഷൻ ഏജൻസ് വഴിയേ ഫാമേഴ്സിന് അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഈ മണ്ടിയിൽ സെല് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മാറ്റുന്നുണ്ട് ഈ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ. അപ്പൊ എന്തായാലും അതിന്റെ പേരിലാണ് ഇപ്പൊ അജിറ്റേഷൻസ് നടക്കുന്നത്. ഇപ്പൊ അവര് പുതിയ 8th ബന്ധൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് അത് ബാധിക്കത്തില്ല. കാരണം കേരളത്തില് ഒന്നാമത് ഈ പറഞ്ഞ സംഘടനകളൊന്നും വലിയ സ്ട്രോങ് അല്ല. രണ്ടാമതായിട്ട് അന്ന് അവർ കേരളത്തിന് ഒഴിവാക്കുന്നുണ്ട്. കേരളത്തില് സദേൺ കേരളയിൽ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്, ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടക്കുന്ന ദിവസമൊക്കെ ആയതുകൊണ്ട് ബന്ദിൽ നിന്ന് കേരളത്തിന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ സദേൺ ഇന്ത്യയിൽ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചന വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ BJP എന്ന് പറയുന്ന ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടി ആണെങ്കിലും അവര് സൗത്ത് ഇന്ത്യയിൽ പൊതുവെ വീക്കാണ്. സൗത്ത് ഇന്ത്യയിൽ അപ്പം കർണാടക മാത്രമാണ് റൂൾ ചെയ്തിരുന്ന സ്റ്റേറ്റ്. പക്ഷെ 2023 തെലങ്കാനയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ തെലങ്കാനയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കെ ചന്ദ്രശേഖര റാവു എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ, ആ കെ ചന്ദ്രശേഖര റാവു എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറയുന്ന റീജിയണൽ പാർട്ടിയുടെ ഫൗണ്ടറും അതിന്റെ ലീഡറുമാണ്. തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ തെലങ്കാന ഭരിക്കുന്നത്. തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അജിറ്റേഷൻസിന്റെ ഫോർ ഫ്രണ്ടിൽ നിന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് TRS, തെലങ്കാന രാഷ്ട്ര സമിതി. അപ്പൊ അവർക്ക് ഇത്രയും കാലം അവിടെ ചലഞ്ചേഴ്സ് ഇല്ലായിരുന്നു. അപ്പോ ഹൈദരാബാദിൽ മാത്രം MIM എന്ന് പറയുന്നൊരു പാർട്ടി, OICയുടെ MIM എന്ന് പറയുന്ന പാർട്ടി ഒരു അവിടെയും ചലഞ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി TRSന്റെ ഒരു അലയൻസ് പാർട്ണർ പോലെയാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ TRSന്റെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു മെയിൻ ചലഞ്ചറായിട്ട് BJP വരുന്നൊരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു. അത് നിങ്ങൾക്കിപ്പം എഴുതിയെടുത്ത് പഠിക്കാനുള്ള കാര്യമായിട്ട് ഞാൻ ഇന്നലെ നടന്നൊരു ഇഷ്യൂ പറയുന്നതാണ്. ഇഷ്യൂ അല്ല, ഒരു ന്യൂസ് പറയുന്നതാണ്. അവിടെ GHMC, ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടന്നു ഇപ്പം. അപ്പൊ അവിടെ TRS ഒന്നാമത്തെ കക്ഷിയും BJP രണ്ടാമത്തെ കക്ഷിയായിട്ട് വരുന്ന ഒരു സംഭവം കാണുകയാണ്. അപ്പം 2023 ഇലക്ഷനിൽ TRSന്റെ മെയിൻ ചലഞ്ചർ എന്ന് പറയുന്നത് BJP ആയിരിക്കും, അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിന് ശേഷം BJP പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ആയിട്ട് തെലങ്കാന മാറുന്നു.
അപ്പം അങ്ങനെ ഒരു ന്യൂസും ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് നടന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എഴുതിയെടുത്ത് പഠിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ് എസ്പെഷ്യലി നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം നമ്മളൊരു ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. അപ്പൊ ആ ഡെമോക്രസിയിൽ സംഭവിക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ. ഓക്കെ, അപ്പോ നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് പോയിന്റ്സിലേക്ക് പോവാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? അറിയാമോ? അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്ത. ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? അഖിൽ എന്താ പറഞ്ഞ? സർദാർ സരോവർ ഡാം, നർമ്മദ. ഓക്കെ. ഇത് പിന്നീട് മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി. മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ അയച്ചാൽ മതി. ഓക്കെ. സർദാർ സരോവർ ഡാം, അഹമ്മദാബാദിൽ സർദാർ സരോവർ ഡാമിലാണ്. അവിടെ പിന്നീട് ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് കവാഡിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. KVADIA, കവാഡിയ, KVADIA. അത് അപ്പൊ ഗുജറാത്തിലെ സർദാർ സരോവർ ഡാമിന്റെ അകത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിൽക്കുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അത് ആരുടെ സ്റ്റാച്യു ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്റ്റാച്യു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്ററും ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററും ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ അയൺമാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അയൺമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഹോൾഡ് ചെയ്തിരുന്ന ഹയസ്റ്റ് ഒഫീഷ്യൽ പൊസിഷൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്നുള്ള പൊസിഷൻ ആയിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. അപ്പം തന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു സർദാർ പട്ടേലിന്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 31. ഈ ഒക്ടോബർ 31 എന്ന് പറയുന്നത് പട്ടേലിന്റെ ബർത്ത്ഡേ ആണ്. അത് ഇന്ദിരാഗാന്ധിയുടെ പിന്നെ രക്തസാക്ഷി ദിനമാണ്. ഇന്ദിരാഗാന്ധി മരിച്ച ദിവസവും അതേ ദിവസമാണ് ഒക്ടോബർ 31. ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി മർഡർ ചെയ്യപ്പെട്ട ഡേയും ഒക്ടോബർ 31 ആണ്. അപ്പൊ ഈ ഒക്ടോബർ 31 അങ്ങനെ രണ്ട് രീതിയിൽ ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒക്ടോബർ 31 ആണ് സർദാർ പട്ടേൽ ജനിച്ചത്. അപ്പൊ ആ ദിവസം BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം അവര് നാഷണൽ യൂണിറ്റി ഡേ എന്ന പേരിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ എന്നുള്ള പേരിൽ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ നാഷണൽ യൂണിറ്റി ഡേ ആണ് ഒക്ടോബർ 31. അപ്പോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് പട്ടേലിന്റെ സ്റ്റാച്യു ആണ്. വേൾഡിലെ ടോളസ്റ്റ് സ്റ്റാച്യു ആണ്. ഗുജറാത്തിലാണ്, സർദാർ സരോവർ ഡാമിലാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് അടുത്തായിട്ട് പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാർക്കിന്റെ എക്സ്പാൻഷൻ അറിയാത്തവര് പഠിച്ചു വെച്ചോളണം. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിക്കാണും. ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാത്തവർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, ഓഫീസിൽ വന്ന് വാങ്ങാത്തവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു ബുക്കിൽ ഈ സാർക്കിനെ കുറിച്ചൊക്കെ ഉണ്ട്. അതിൽ സാർക്കിലെ മെമ്പർ കൺട്രീസും സാർക്കിന്റെ പിന്നീട് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. സാർക്കിന്റെ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് സാർക്കിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ്. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു ആണ്. സാർക്കിൽ 8 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്. 8 മെമ്പർ കൺട്രീസ്. സാർക്കില് ഇന്ത്യയും പിന്നെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ആണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സ്, നേപ്പാൾ, ഇവരാണ് സാർക്കിലെ മെമ്പർ കൺട്രീസ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു ഒരു കാര്യം വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കി അതിന്റെ അകത്ത് ഉണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, ഈ രാജ്യങ്ങൾ ചേർന്നാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. അപ്പൊ സാർക്ക് എല്ലാം മെമ്പർ കൺട്രീസിന്റെ സെൻട്രൽ ബാങ്കുകൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെ പേര് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് അറിഞ്ഞുകൂടാത്തവര് ഒന്ന് എഴുതിക്കോണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ആണ് പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. ശ്രീലങ്കയുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്കയാണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഈ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട്? ഇതുപോലെ നെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ അതോ ഞാൻ നിങ്ങളെ ആക്ടിവിറ്റീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാനത് ഓഫ് ചെയ്തിടാൻ പോയാണ് കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾ എല്ലാവരും അത് ചെയ്തത് അതുകൊണ്ടാണോ അതോ ഞാൻ നിങ്ങളുടെ ആക്ടിവിറ്റീസ് കാണാതിരിക്കാനോ? ഓക്കെ, നേപ്പാളിന്റെ സെൻട്രൽ ബാങ്ക് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ആണ്. നേപ്പാളിന്റെ സെൻട്രൽ ബാങ്ക് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് എനിക്കൊന്നും അറിയാൻ വയ്യ ഇപ്പൊ. മെസ്സേജ് ആയിട്ട് ഞാനൊന്ന് ഓക്കെ 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 കൃഷ്ണ അഖിൽ സാന്ദ്ര ഓക്കെ 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 അച്ചു ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പറ്റുന്നവരൊക്കെ സ്ക്രീൻ നിങ്ങളുടെ സ്ക്രീനൊക്കെ ഓൺ ചെയ്തിട്ടേക്ക്. എനിക്ക് ഒരു ആകെപ്പാടെ 1-2 പേരെ ഇതിൽ സ്ക്രീൻ ആക്റ്റീവായിട്ട് കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓഫ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ടൈഗർ റിസർവിന്റെ പേര് പറയാം. ആ ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണെന്ന് പറയണം. ഒരു ടൈഗർ റിസർവ്. ടൈഗർ റിസർവ്സ് ഒക്കെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിട്ടിരുന്ന ഒരു ആനിമലാണ് ടൈഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിലല്ല, വേൾഡ് വൈഡ് ആയിട്ട് അത് എക്സ്റ്റിങ്ഷൻ ഭീഷണി അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിട്ടിരുന്നു. അപ്പൊ ടൈഗർ റിസർവ് ഉണ്ടായത് NDCയുടെ അണ്ടറിലാണ്. NDC എന്ന് പറഞ്ഞാല് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അപ്പൊ NDC നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അണ്ടറിൽ ഇന്ത്യയിൽ ഒരുപാട് പിന്നീട് ടൈഗർ റിസർവ്സ് ഉണ്ട്. പന്ന ടൈഗർ റിസർവ് ഇവിടെയാണ്. പന്ന, PANNA, പന്ന ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞത്? പന്ന ടൈഗർ റിസർവ്. ആരും പറയുന്നില്ല. എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യണോ അതോ മിണ്ടായിരിക്കണോ? മധ്യപ്രദേശ്. രേഷ്മ UR സാന്ദ്ര ഓക്കെ. മധ്യപ്രദേശിലാണ് പന്ന ടൈഗർ റിസർവ് എന്ന് പറയുന്നത്, മധ്യപ്രദേശിൽ. ഓക്കെ ഓക്കെ ശരി, ജസ്റ്റ് അത് ചോദിച്ചതേ ഉള്ളൂ. പിന്നീട് APEC, ഞാൻ നേരത്തെ APMCയുടെ കാര്യം പറഞ്ഞു. അത് ഇന്ത്യയിലെ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലെ ഒരു സംഭവമാണ്. APMC, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, APMCs. അതല്ല ഞാൻ ചോദിച്ചത്. APEC ആണ് ചോദിച്ചത്. APEC അതിന്റെ എക്സ്പാൻഷൻ അറിയാമോ? APEC എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. APECയുടെ എക്സ്പാൻഷൻ എന്താണ്? ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ. APECയുടെ എക്സ്പാൻഷൻ ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ. ഞാനിപ്പോ APMC പറഞ്ഞു, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ പറഞ്ഞ APECയുടെ എക്സ്പാൻഷൻ. APEC അപ്പെക് നമ്മൾ ഷോർട്ട് പറയാറുണ്ട്. അപ്പെക്, APEC ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ. ഏകദേശം 21 മെമ്പർ കൺട്രീസ് ഉള്ള ഏഷ്യ പസഫിക് റീജിയനിലെ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. ഏഷ്യ പസഫിക് റീജിയൻ ഉണ്ട്. ആ റീജിയനിലെ കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പാണ് APEC, ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ APEC ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അറിയാമോ ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന്? ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയാമോ? സിംഗപ്പൂർ. MS പറഞ്ഞു സിംഗപ്പൂരാണ്. ശരിയാണ്, സിംഗപ്പൂരിലാണ് ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ അപ്പെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാനപ്പോ നികിത ശരിയാണ്, സിംഗപ്പൂരാണ് ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷന്റെ. അപ്പൊ ഞാനിപ്പോ APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എല്ലാം സിമിലർ ആയിട്ടുള്ളതാണ്. കേൾക്കുമ്പോ എല്ലാം ഏകദേശം ഒന്നുമല്ലേ. APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, APEC ഏഷ്യ പസഫിക് എക്കോണമിക് കോഓപ്പറേഷൻ. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറയാൻ പോവുകയാണ്, ഇതുമായിട്ട് സാദൃശ്യമാണ് OPEC. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് ദൗർലഭ്യമുള്ള ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് സ്കേഴ്സിറ്റി ഉള്ള അതാണ്. യദുകൃഷ്ണൻ ഓയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, ഓയിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് OPEC എന്ന് പറയുന്നത്. OPEC നമ്മൾ ഒപെക് എന്ന് പറയും. ഒപെക്കിന്റെ എക്സ്പാൻഷൻ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപെക്കിന്റെ എക്സ്പാൻഷൻ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപെക്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഒപെക്കിന്റെ? വിയന്ന. യദുകൃഷ്ണൻ ശരിയാണ്, വിയന്നയാണ്. വിയന്ന എന്ന് പറയുന്നത് എവിടെയാണ്? ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്. നികിത ശരിയാണ്, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലാണ്. പിന്നീട് ഹെഡ് ക്വാർട്ടേഴ്സ് ഒപെക്കിന്റെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് countries which are producing petroleum abundantly in the world and they are exporting also. Okay, so Saudi Arabia is the leader of OPEC, Organization of Petroleum Exporting Countries. Some of the world's largest petroleum producing countries are not the members of OPEC. The notable exceptions ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് റഷ്യ പിന്നീട് OPEC-ലെ ഒരു മെമ്പർ അല്ല. ആക്ച്വലി വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസേഴ്സിന് 3 പേരെടുത്ത് നോക്കിയാൽ ഒരു കൺട്രി റഷ്യയാണ്. ബട്ട് റഷ്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് OPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതുപോലെ ഖത്തർ OPEC-ൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഖത്തർ ഒരു ഗൾഫ് കൺട്രിയാണ്.
പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാസ് ഏറ്റവും കൂടുതൽ വേൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളൊരെണ്ണമാണ് ഖത്തർ. പക്ഷേ ഖത്തർ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് OPEC. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഇതിലുണ്ട് എന്ന് കരുതരുത്. പക്ഷേ പ്രധാനപ്പെട്ട മിക്ക രാജ്യങ്ങളും ഉണ്ട്. ഗൾഫിൽ ഇപ്പം UAE അല്ലെങ്കിൽ സൗദി പോലുള്ള കൺട്രീസ് എല്ലാം അതിലുണ്ട്. ഓക്കെ, OPEC. അപ്പൊ ഞാൻ മൂന്നെണ്ണമാണ് പറഞ്ഞത്. APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി, രണ്ടാമത് APEC ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, മൂന്നാമത് OPEC ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അപ്പോ അത്രയാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആത്മനിർഭർ ഭാരത് അഭിയാൻ നമ്മൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. നിങ്ങൾ ഇപ്പൊ എപ്പോഴും കേൾക്കുന്നതാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഈ ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന സംഗതി ആക്ച്വലി എന്തിനാണ്, അത് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് പറയാമോ? അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശ്യം ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഒബ്ജക്റ്റീവ്? അതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു വീഡിയോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലായ ആപ്റ്റിറ്റ്യൂഡ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറുക. സെൽഫ് റിലയൻസ് യദുകൃഷ്ണൻ, അഖിൽ രാമചന്ദ്രൻ പറഞ്ഞ ശരിയാണ്, രണ്ടുപേരും പറഞ്ഞ ശരിയാണ്. സെൽഫ് റിലയൻസ്, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡുകളുടെ മീനിങ് തന്നെ അങ്ങനെയാണ്. സെൽഫ് റിലയന്റ് ഇന്ത്യ എന്നാണ്. സെൽഫ് റിലയന്റ് ഇന്ത്യ, അതായത് സ്വയം പര്യാപ്തമായ ഇന്ത്യ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പൊ എന്തായാലും പിന്നീട് സെൽഫ് റിലയന്റ് ഇന്ത്യ എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ യൂട്യൂബ് ചാനൽ ഇപ്പൊ നിങ്ങൾ പിന്നീട് നമ്മളുടെ യൂട്യൂബ് ചാനൽ, മെയിൻ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ഒരു 10,000 മെമ്പേഴ്സിന് അടുപ്പിച്ചുള്ള, ഇനി ഒരു 100 മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ 10,000 മെമ്പേഴ്സ് ആവും. 10,000 മെമ്പേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് നമുക്ക്, ആപ്റ്റിറ്റ്യൂഡ് ട്രിവാൻഡ്രം. ആ ആപ്റ്റിറ്റ്യൂഡ് ട്രിവാൻഡ്രം ചാനലിന്റെ അകത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ലൈവ് ക്ലാസ് ഞാൻ ഒരു 3 മാസം മുമ്പ് കണ്ട് എടുത്തതാണ്. 2 മാസം മുമ്പാണ് എന്തായാലും. അത് ആ വീഡിയോക്കകത്ത് മിക്കവാറും ആത്മനിർഭർ ഭാരതമായിട്ട് ബന്ധപ്പെട്ട മെയിൻ പോയിന്റ്സ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വായിക്കുക, കാണുക, വായിക്കുകയല്ല കാണുക. ഓക്കെ, അപ്പോ ആത്മനിർഭർ ഭാരത് എന്നുള്ള വേർഡ് മീനിങ് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ പാക്കേജ് 3 വരെ അനൗൺസ് ചെയ്ത്, അത് ഞാൻ കഴിഞ്ഞൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പ്രധാന പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് അത് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. PMAY എന്താണ്? PMAY എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി ആവാസ് യോജന. PMAY എന്താണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന് പറയുന്ന സ്കീമിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയാമോ? എയിം ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഹൗസിംഗ്, അത് ആണ്, ശരിയാണ്. പക്ഷെ അതിന്റെ എക്സാക്ട് ആയിട്ട് ഒരു ടാർഗറ്റ് ഇയർ ഒക്കെ ഉണ്ട്, അത് പറയാമോ? PMAY പ്രധാനമന്ത്രി ആവാസ് യോജന 2024 അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ആണ്. ചെക്ക് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയേ. By 2022, government wants to give houses to all Indian families. All Indians അല്ല. ഇപ്പൊ എന്റെ വീട്ടിൽ 5 പേർക്ക് ഹൗസ് കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല ഗവൺമെന്റിന്. ഓൾ ഇന്ത്യൻ ഫാമിലീസ്, ഈ എല്ലാ ഇന്ത്യൻ ഫാമിലീസിനും 2022 ശരിയാണ്. ഞാൻ അതാണ് കൃഷ്ണ പറഞ്ഞത്. ചെക്ക് ചെയ്ത് നോക്കാം. 2022 ആണ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദിക്കുക, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് PMAY പ്രധാനമന്ത്രി ആവാസ് യോജന? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു ഗീവ് Pakka houses to every Indian families by the year of 2022. That is the objective of PMAY പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ 2022 എന്ന് പറഞ്ഞ ഇയറിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2022 is the platinum jubilee of Indian independence. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ പ്ലാറ്റിനം ജൂബിലിയാണ് 2022. 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത്. അപ്പൊ ശരിയാണെങ്കിൽ അപ്പൊ 75th ആനിവേഴ്സറി ആവും ഇന്ത്യൻ ഫ്രീഡത്തിന്റെ. 75th ആനിവേഴ്സറി ആവും 2022 ആവുമ്പോ. അപ്പോ പ്ലാറ്റിനം ജൂബിലി എന്നാണ് 75th ആനിവേഴ്സറി പറഞ്ഞിട്ടുണ്ട്. 25th ആനിവേഴ്സറി നമ്മൾ പറഞ്ഞത് സിൽവർ ജൂബിലി എന്നാണ്. 25 വർഷം 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സിൽവർ ജൂബിലി എന്ന് പറയും. 50 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഗോൾഡൻ ജൂബിലി എന്ന് പറയും. 75 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്ലാറ്റിനം ജൂബിലി എന്ന് പറയും. 100 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഡയമണ്ട് ജൂബിലി എന്ന് പറയും. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ platinum jubilee year ആണ് 2022. That's why government of India fixed the year of 2022 as the target year of PMAY പ്രധാനമന്ത്രി ആവാസ് യോജന. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അത് ജസ്റ്റ് പറഞ്ഞതാണ്, അറിഞ്ഞിരിക്കുക. NIIF എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. NIIF അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഒരു പക്ഷെ. അറിയാവുന്നുണ്ടെങ്കിൽ പറയാം. NIIF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ് NIIF എന്ന് പറയുന്നത്. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് NIIF എക്സ്പാൻഷൻ. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് NIIF. ഓക്കെ,
പിന്നീട് ഈ എല്ലാവർക്കും അറിയാം ഇനി US പ്രസിഡന്റ് ആവാൻ പോണത് ജോയ് ബൈഡൻ ആണെന്ന്, അല്ലെങ്കിൽ ജോയ് ബൈഡൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അദ്ദേഹം US എത്രാമത്തെ പ്രസിഡന്റ് ആണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ എത്രാമത് പ്രസിഡന്റ് ആണ്? ആര്യ MS, യദുകൃഷ്ണൻ, നിരഞ്ജന എല്ലാവരും പറഞ്ഞു 46th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അനഘ KS. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. 46th 46th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ജോയ് ബൈഡൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് കമല ഹാരിസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ വൈസ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ആഫ്രോ ഏഷ്യൻ വുമൻ വൈസ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട് കമല ഹാരിസിന്. അവരുടെ ഇന്ത്യൻ ഒറിജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ മാസം നടന്ന സംഭവങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് ഓട്ട പ്രദക്ഷിണം നടത്താൻ നോക്കിയാണ്, ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ നോക്കിയാണ്. അതുപോലെ ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാഗസിനാണ് ഫോർബ്സ് മാഗസിൻ. വേൾഡിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഫോർബ്സ് മാഗസിൻ ആണ്. വേൾഡിലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഫോർബ്സ് മാഗസിൻ ആണ്. വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഫോർബ്സ് മാഗസിൻ ആണ്. ഈ ഫോർബ്സ് മാഗസിൻ US റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. FORBS ഫോർബ്സ് മാഗസിൻ US റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അവരുടെ ലിസ്റ്റിംഗിലാണ് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആയിട്ട് ആമസോണിന്റെ ഫൗണ്ടർ, അതിന്റെ ചെയർമാനും ഒക്കെ ആയ ജെഫ് ബിസോസ് പിന്നീട് ഇരിക്കുന്നത്. വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആയിട്ട് പിന്നീട് ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബിസോസിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ എല്ലാവരും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ അവരുടെ പിന്നീട് ആ ഒരു റാങ്കിങ്ങിനാണ് ഏറ്റവും വലിയ വിശ്വാസ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് ഈ ഫോർബ്സ് മാഗസിൻ എന്ന് പറയുന്ന US ബേസ്ഡ് മാഗസിന് ബദലായിട്ട് ആക്ച്വലി വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമിയായ ചൈന ഒരു മാഗസിൻ ഉണ്ട് അവർക്ക്. അതിന്റെ പേരാണ് ഹുറൂൺ എന്ന് പറയുന്നത്. HURUN ഹുറൂൺ. ഇപ്പൊ എല്ലാവരും ഹുറൂൺ മാഗസിന്റെ ലിസ്റ്റിംഗുകളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ വേൾഡിലെ ലാർജസ്റ്റ് എക്കോണമിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇറങ്ങുന്ന മാഗസിനാണ് ഫോർബ്സ് മാഗസിൻ. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമിയായ ചൈനയിൽ നിന്ന് ഇറങ്ങുന്ന മാഗസിനാണ് ഹുറൂൺ എന്ന് പറയുന്നത്. HURUN. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അവരെല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നീട് മണി ചാരിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബിസിനസ്മാൻമാര്, അപ്പൊ അവരെയാണ് ഫിലാന്ത്രോപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ആ ഫിലാന്ത്രോപ്പിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് ആര്യ MS പറഞ്ഞത് ശരിയാണ്, അസീം പ്രേംജിയാണ്. അപ്പോ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസിന്റെ കാര്യത്തില് ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായി ബിസിനസ്മാൻ ആയിരിക്കും എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് അത്രയും പൈസയുള്ളൂ. അപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അസീം പ്രേംജിയാണ്. അസീം പ്രേംജി, AZIM, അസീം പ്രേംജി എന്ന് പറയുന്ന ബിസിനസ്മാൻ ഏത് കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അസീം പ്രേംജി എന്ന് പറയുന്ന ബിസിനസ്മാൻ ഏത് കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആണ്? വിപ്രോ. ആര്യ, അഖിൽ എല്ലാവരും പറഞ്ഞത് ശരിയാണ്, വിപ്രോ ആണ്. അപ്പൊ അസീം പ്രേംജി is the former chairman of Wipro. ഇപ്പൊ അസീം പ്രേംജി വിപ്രോയുടെ ചെയർമാൻ അല്ല, ആൻഡ് ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് വിപ്രോ. വിപ്രോയുടെ ഫൗണ്ടറും അസീം പ്രേംജി തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒരെണ്ണമായ വിപ്രോയുടെ ഫൗണ്ടർ അസീം പ്രേംജിയാണ്. വിപ്രോയുടെ ഫോർമർ ചെയർമാനും അസീം പ്രേംജിയാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഫിലാന്ത്രോപ്പിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഹുറൂൺ മാഗസിൻ ലിസ്റ്റിംഗ് അനുസരിച്ച്. രണ്ടാം സ്ഥാനത്ത് ശിവ നാടാറുമാണ്. ഞാൻ ഈ പഠിപ്പിക്കുന്നതിനിടയിൽ വെളിയിൽ ഒരുപാട് ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. ഇതാണ് ഈ ഇലക്ഷൻ ആയിട്ടുള്ള ശല്യമാണ്. അപ്പോ പിന്നീട് ഒരു സെക്കൻഡ്, ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ. അപ്പോ ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഈ ഫിലാന്ത്രോപ്പിസ്റ്റുകളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ശിവനാടാറാണ്. ഈ ശിവനാടാർ, ഇവരുടെയൊക്കെ പേര് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ എക്സാമിന് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിരുന്നു ചിലപ്പോൾ ചോദിക്കത്തില്ല. പക്ഷേ ഒരു ഏത് ബിസിനസ് എന്റിറ്റിയുമായിട്ടാണ് ഇവർ റിലേറ്റഡ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ശിവനാടാർ ഈസ് ഫൗണ്ടർ ഓഫ് the founder of another big IT company in India.
ഏത് IT കമ്പനിയുടെ ഫൗണ്ടറാണ് ശിവൻ നാടാർ എന്ന് പറയാമോ? HCL. ശരിയാണ്, ആര്യ പറഞ്ഞത് ശരിയാണ്. HCL, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്, HCLന്റെ ഫൗണ്ടർ ആണ് ശിവ് നാടാർ. ഹീസ് ആക്ച്വലി ഫ്രം സൗത്ത് ഇന്ത്യ ഓൺലി. നമ്മളുടെ അസീം പ്രേംജിയും ആക്ച്വലി കർണാടക ബേസ്ഡ് ആയിട്ടാണ് പിന്നീട് ബിസിനസ് ചെയ്യുന്നത്. ശിവൻ നാടാർ നമ്മളെ തിരുവനന്തപുരത്തുകാരോട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലത്താണ്. നാഗർകോവിൽകാരനാണ് ശിവൻ നാടാർ. ഇന്ത്യയിൽ നിന്ന് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ശിവൻ നാടാർ. അപ്പൊ എന്തായാലും HCL, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡിന്റെ ഫൗണ്ടറായ ശിവൻ നാടാറാണ് ഫിലാന്ത്രോപ്പി ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് IPL കഴിഞ്ഞ മാസമാണ് അതിന്റെ ഫൈനലൊക്കെ നടന്നത്. അപ്പൊ IPL-ലെ ചാമ്പ്യന്മാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. IPL ചാമ്പ്യന്മാർ മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ്, മുംബൈ ഇന്ത്യൻസ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ശരിയാണ് നികിത, മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത് ഡൽഹിയാണ്. ശരിയാണ്, ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. അത് ശരിയാണ് അച്ചു. ഓക്കെ, അപ്പോ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചു. അപ്പോ അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിൻ ചെയ്തത്. ഓക്കെ, പിന്നീട് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനം, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കണം. ആര്യ MS ശരിയാണ്, November 11 ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. വൈ November 11 was selected as the National Education Day of India. ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് എന്തുകൊണ്ട് November 11 സെലക്ട് ചെയ്യപ്പെട്ടു? അതും നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർ ഇപ്പൊ ഗൂഗിൾ സെർച്ചിങ് തുടങ്ങി കാണും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. മൗലാന അബ്ദുൽ കലാം ആസാദ്, ആര്യ ശരിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ജവഹർലാൽ നെഹ്റുവിന്റെ മിനിസ്ട്രിയില്, ഇന്ത്യയുടെ ഫസ്റ്റ് മിനിസ്ട്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ മിനിസ്ട്രിയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ ആ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആണ് November 11 എന്ന് പറയുന്നത്. That's why November 11 is selected as National Education Day of India. 2008 തൊട്ടാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഇയർ നിങ്ങൾ എങ്ങനെ എഴുതണ്ട, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ജസ്റ്റ് എവിടെ കണ്ടതാണ്. അപ്പൊ എന്തായാലും November 11 അത് അതിന്റെ റിലവൻസ് എല്ലാവർക്കും അറിയാലോ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. കുറച്ചു കാലം ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അറിയപ്പെട്ടിരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി എന്നാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ പേര് മാറി എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന് ആയി. അപ്പം അതും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഈ ഇടയ്ക്ക് ഒരു ബാങ്കിനെ അമാൽഗമേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡ്യൂ ടു സം പ്രോബ്ലംസ്. ബാങ്ക് ഒരുപാട് പ്രോബ്ലംസിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ബാങ്കിനെ അമാൽഗമേറ്റ് ചെയ്യാൻ RBI തീരുമാനിച്ചു. ഏത് ബാങ്കിനെയാണ് ഈ ഇടയ്ക്ക് അമാൽഗമേറ്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്? പറയാമോ? പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ്. ആര്യ MS ശരിയാണ്. ലക്ഷ്മി വിലാസ് ബാങ്ക്, ആര്യ നിരഞ്ജനായൊക്കെ പറഞ്ഞത് ശരിയാണ്. ലക്ഷ്മി വിലാസ് ബാങ്ക് ആണ് അങ്ങനെ ക്യാഷ് സ്ട്രാപ്ഡ് ബാങ്കായിട്ട് മാറി. അപ്പോ അവര് ഇൻവെസ്റ്റേഴ്സിന്റെ മണിയൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷെ സ്റ്റിൽ അവർക്ക് അവരുടെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ പിന്നീട് ഫുൾഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടപ്പോ അവരെ ഒരു ബാങ്കുമായിട്ട് മെർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ലയിപ്പിക്കാൻ ആണ് RBI ശ്രമിക്കുന്നത്. ഏത് ബാങ്കിലാണ് അവരെ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? LVB, ലക്ഷ്മി വിലാസ് ബാങ്ക്. DBS അഡ്രസ് ചെയ്യാൻ DBS ഇസ് എ സിംഗപ്പൂർ ബേസ്ഡ് ബാങ്ക്. അവരുടെ ഇന്ത്യൻ സബ്സിഡിയറി DBS എന്ന് പറയുന്നത് സിംഗപ്പൂർ ബേസ്ഡ് ബാങ്കിന്റെ ഇന്ത്യൻ സബ്സിഡിയറി ആയിട്ട് അവരെ മെർജ് ചെയ്യാനാണ് അല്ലെങ്കിൽ അവരെ ലയിപ്പിക്കാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക. പിന്നീട് ബ്രിക്സ് എല്ലാവർക്കും അറിയാം. ബ്രിക്സിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. BRICS, ക്യാപിറ്റൽ ലെറ്റർ B, ക്യാപിറ്റൽ ലെറ്റർ RICS. ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ കൺട്രീസിനൊരു പ്രത്യേകത ഉണ്ട്. ദേ ആർ ഡെവലപ്പിംഗ് കൺട്രീസ് ബട്ട് വെരി പവർഫുൾ കൺട്രീസ് ഓൾസോ. ഏരിയ വൈസ് നോക്കിയാലും, അവരുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പവർ നോക്കിയാലും, അവരുടെ എക്കണോമിക് ആയിട്ടുള്ള പവർ നോക്കിയാലും, അവരുടെ പോപ്പുലേഷൻ സൈസ് നോക്കിയാലും, in all aspects these countries are very very important, and sometimes they are more important than many of the developed countries. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ചില രാജ്യങ്ങളാണ് ചൈനയും
റഷ്യയും, ഇന്ത്യയും, ബ്രസീലും, സൗത്ത് ആഫ്രിക്കയും. എന്ന് മാത്രമല്ല അവർ പല കോണ്ടിനെന്റ്സിലായിട്ടാണ് കിടക്കുന്നത്. ചൈനയും ഇന്ത്യയും ഏഷ്യയിലാണെന്നുണ്ടെങ്കിൽ റഷ്യ കുറച്ച് ഭാഗം ഏഷ്യയിലും ബാക്കി യൂറോപ്പിലുമായിട്ടാണ്. സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയിലാണെങ്കിൽ ബ്രസീൽ സൗത്ത് അമേരിക്കയിലാണ്. ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നറിയപ്പെടുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതിന്റെയൊക്കെ മീറ്റിംഗ് ഇപ്പൊ നടക്കേണ്ട സമയമായിരുന്നു. ഇതെല്ലാം ഇപ്പൊ വിർച്വൽ സമ്മിറ്റ് ആയിട്ട് ഇപ്പൊ നടന്നു. ബ്രിക്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ റഷ്യയാണ്. അറിഞ്ഞിരിക്കുക, ബ്രിക്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ റഷ്യയാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ വ്ളാഡിമിർ പുടിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രസിഡന്റ്. റഷ്യ ചെയർമാൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറലി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരിക്കും എന്റെ ചെയർമാൻഷിപ്പ് പോകുന്നത്. നെക്സ്റ്റ് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ചാണ് 2021 നെക്സ്റ്റ് ഇയറിലെ ഇന്ത്യയിൽ വെച്ചാണ് അടുത്ത ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. അതും അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നീട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയില് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യോഗിവര്യന്മാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു ഇപ്പോ ഇൻസ്റ്റാൾ ചെയ്തു. എവിടെയാണ് സ്റ്റാച്യു അൺവെയിൽ ചെയ്തത്? എവിടെയാണ്? ഏത് യൂണിവേഴ്സിറ്റി? JNU. ആര്യ MS പറഞ്ഞത് ശരിയാണ്. JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അച്ചു പറഞ്ഞത് ശരിയാണ്, JNU. ഈ JNU-ലാണ് ഇപ്പോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു അൺവെയിൽ ചെയ്തത്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്ത്യയിൽ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതെന്നാണ്? അറിയാവുന്നവർ പെട്ടെന്ന് പറഞ്ഞേ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ശരിയാണ്, നാഷണൽ യൂത്ത് ഡേ. ആര്യ MS പറഞ്ഞത് ശരിയാണ്, നാഷണൽ യൂത്ത് ഡേ. നിരഞ്ജന പറഞ്ഞത് ശരിയാണ്, ആര്യ MS പറഞ്ഞ ഡേറ്റും ശരിയാണ്, അരവിന്ദ് അജി പറഞ്ഞതും ശരിയാണ്. നാഷണൽ യൂത്ത് ഡേ, ദേശീയ യുവജന ദിനം, നാഷണൽ യൂത്ത് ഡേ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്വാമി വിവേകാനന്ദ ബർത്ത്ഡേ. ഇറ്റ് ഈസ് ഓൺ ജാനുവരി 12th ആണ്. ജാനുവരി 12th നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത്, ദേശീയ യുവജന ദിനം. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ. അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കൊള്ളണേ അതല്ല. അപ്പൊ നാഷണൽ യൂത്ത് ഡേ. അതുപോലെ എമ്മി അവാർഡ് എന്ന് പറയുന്ന അവാർഡ് നിങ്ങൾ ഗ്രാമി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ വന്ന അവാർഡ്സ് എല്ലാം വേൾഡിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ അവാർഡ്സ് ആണ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ്. ഓസ്കാർ അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അക്കാഡമി അവാർഡ്സ് എന്നും അറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ്, സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഓസ്കാർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്ന അവാർഡാണ് ഓസ്കാർ. ഓസ്കാർ അവാർഡിന് അറിയപ്പെടുന്ന വേറൊരു പേര് അക്കാഡമി അവാർഡ്സ് എന്നാണ്. കാരണം അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഓസ്കാർ അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അക്കാഡമി അവാർഡ്സ് എന്നും ഓസ്കാർ അവാർഡിന് അറിയപ്പെടുന്നത്. അത് ഫിലിം ഫീൽഡിലാണ്. അതുപോലെ ടെലിവിഷൻ സീരീസുകൾക്ക് കൊടുക്കുന്ന ഇന്റർനാഷണൽ അവാർഡാണ് എമ്മി അവാർഡ് എന്നറിയപ്പെടുന്നത്. EMMY എമ്മി അവാർഡ്. അത് US തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ മ്യൂസിക് ഫീൽഡിൽ കിട്ടാവുന്ന മ്യൂസിക് ആൽബംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, അതിന്റെ ബാക്കി പ്രവർത്തിക്കുന്നവർക്ക്, സിംഗേഴ്സിനൊക്കെ കിട്ടുന്ന വേൾഡിലെ ഏറ്റവും വലിയ അവാർഡാണ് ഗ്രാമി എന്നറിയപ്പെടുന്ന അവാർഡ്. ഗ്രാമി, GRAMMY, ഗ്രാമി കിട്ടിയ ഇന്ത്യക്കാർ കുറെ പേരുണ്ട്. ഈ ഗ്രാമി കിട്ടി എനിക്കിത് ശരിയാണ്, ഗ്രാമി കിട്ടിയ ഇന്ത്യക്കാർ കുറെ പേരുണ്ട്. അതില് നമ്മളുടെ AR റഹ്മാനും സക്കീർ ഹുസൈൻ എന്ന തബല എക്സ്പോണന്റിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ഡിറ്റ് രവിശങ്കർ, സിതാർ അല്ലെ എക്സ്പോണന്റ്, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രാമി അവാർഡ്. ഞാനിപ്പോ പറയാൻ വന്നത് എമ്മി അവാർഡ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോ ഒരു എമ്മി അവാർഡ് ഒരു വെബ് സീരീസിന് കിട്ടി. ഡൽഹി ക്രൈം എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോംസ് പല നിങ്ങൾക്ക് അറിയാം. നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈമും ഒക്കെ ഉണ്ട്. ഇതില് നെറ്റ്ഫ്ലിക്സിന്റെ വെബ് സീരീസിൽ ഒരെണ്ണമായിരുന്നു ഡൽഹി ക്രൈം. ഈ ഡൽഹി ക്രൈം എന്ന് പറഞ്ഞ പിന്നീട് വെബ് സീരീസിന് ഈ എമ്മി അവാർഡ് കിട്ടി. അങ്ങനെ അവരായി ഫസ്റ്റ് വെബ് സീരീസ് ഫ്രം ഇന്ത്യ ടു വിൻ ആൻ ഇന്റർനാഷണൽ എമ്മി അവാർഡ്. ബെസ്റ്റ് ഡ്രാമ സീരീസിനാണ് ആ അവാർഡ് കിട്ടിയത്, എമ്മി അവാർഡ്, അണ്ടർ ദ കാറ്റഗറി ഓഫ് ബെസ്റ്റ് ഡ്രാമ സീരീസ്. ഡൽഹി ക്രൈം. ഡയറക്ടർ റിച്ചി മേത്ത, RICHIE, റിച്ചി മേത്ത, RICHIE. റിച്ചി മേത്തയാണ് അതിന്റെ ഈ ഒരു വെബ് സീരീസിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഡൽഹി ഡ്രാമ എന്നാണ്, ഡൽഹി ക്രൈം എന്നാണ് ഈ പിന്നീട് നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ പേര്. അത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് എമ്മി അവാർഡ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്ന പിന്നീട് ഫസ്റ്റ് വെബ് സീരീസ് ആയിട്ട് മാറി. അതും അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നീട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത് പറഞ്ഞേ.
കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ കേൾക്കുന്നില്ലേ? ഓക്കെ, November 26 ആന്ധ്ര. ഓക്കെ, അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പറയണ്ടല്ലേ? അതെന്താ, ഞാനൊരു ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷെ ആരും പറഞ്ഞില്ല, ഒരാളാണ് പറഞ്ഞത്. November 26 ആണ് ഇന്ത്യയുടെ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നും എല്ലാവർക്കും, ഇനിയിപ്പോ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഞാനാണ് എടുക്കുന്ന, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ബാങ്ക് പ്ലസ് SSC ഉള്ളവർക്ക്. അപ്പൊ അതിലതൊക്കെ പഠിപ്പിക്കും. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് 1949 November 26. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫോം ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് അല്ല, ഫൈനൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ അക്സെപ്റ്റ് ചെയ്ത ദിവസം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് November 26, 1949. That's why every year India celebrates November 26 as നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അല്ലെങ്കിൽ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അല്ലെങ്കിൽ നാഷണൽ ലീഗൽ ഡേ എന്ന് പറയാറുണ്ട്. ലീഗൽ ദിവസ്, ലീഗൽ ഡേ. അപ്പം അതുപോലെ ഈ നമ്മളുടെ റിപ്പബ്ലിക് ഡേ, പക്ഷെ അതല്ല. ഇന്ത്യ റിപ്പബ്ലിക് ആയത്, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് January 26 ആണെന്നുള്ളതൊക്കെ പറയാം. November 26 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ദിവസമാണ്. ഓക്കെ, അതേപോലെ ഈ November 26 വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. November 26 എന്താണ് രണ്ടാമത്തെ പ്രത്യേകത? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. November 26 രണ്ടാമത്തെ പ്രത്യേകത. നാഷണൽ മിൽക്ക് ഡേ ആണോ എന്ന് ആര്യ MS ചോദിച്ചിരിക്കുകയാണ്. ആണല്ലോ, നാഷണൽ മിൽക്ക് ഡേ. അപ്പോ November 26 ഇങ്ങനെയും അറിയപ്പെടാറുണ്ട്, നാഷണൽ മിൽക്ക് ഡേ എന്നും അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് നാഷണൽ മിൽക്ക് ഡേ അല്ലെങ്കിൽ ദേശീയ ക്ഷീരദിനം, നാഷണൽ മിൽക്ക് ഡേ മലയാളത്തിൽ പറഞ്ഞത് ദേശീയ ക്ഷീരദിനം എന്നാണ്. മിൽക്കിന് പാലെന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടി നല്ല വേർഡ് ക്ഷീരം എന്നാണ്. അപ്പൊ അതുപോലെ നാഷണൽ മിൽക്ക് ഡേ എന്നറിയപ്പെട്ടിരുന്നത് അറിഞ്ഞു വെച്ചിരുന്നത്. നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് എന്തുകൊണ്ട് November 26 ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു? വാട്ട് ഇസ് ദ റീസൺ? വർഗീസ് കുര്യൻ. ഓക്കെ, വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് November 26. അത് തന്നെയാണ് എന്റെ റീസൺ വൈ November 26 being celebrated as നാഷണൽ മിൽക്ക് ഡേ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ വർഗീസ് കുര്യൻ, ഹു ഈസ് വർഗീസ് കുര്യൻ? അതാണ് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അതും നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും. ആരാണ് വർഗീസ് കുര്യൻ? ആരാണ്? ഫാസ്റ്റ് ആരും പറയുന്നില്ല ആൻസർ. ഫൗണ്ടർ ഓഫ് അമുൽ ആര്യ പറഞ്ഞു. നികിതാനാഥ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. ആതിര GR വൈറ്റ് റെവല്യൂഷൻ. യെസ്. നിരഞ്ജന സാന്ദ്ര എല്ലാവരും പറഞ്ഞാണ് വൈറ്റ് റെവല്യൂഷൻ, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ആക്ച്വലി വാസ് ഡിപ്പെൻഡന്റ് ഓൺ മെനി അതർ കൺട്രീസ് ഫോർ അവർ ഈ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് റിലേറ്റഡ് പ്രോഡക്ട്സ്. അതിനൊക്കെ വേണ്ടിയിട്ട് വി വർ ഡിപ്പെൻഡന്റ് ഓൺ മെനി അതർ കൺട്രീസ്. പക്ഷെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്ന് ഇന്ന് ഇന്ത്യ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിട്ട് മാറി. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ എഫേർട്സ് ആണ്. അദ്ദേഹമാണ് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് വേൾഡിലെ ഏറ്റവും വലിയ മിൽക്ക് കോപ്പറേറ്റീവ് എന്ന് ഇന്ന് അറിയപ്പെടുന്ന അമുൽ ഫൗണ്ട് ചെയ്തത്. അപ്പോ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് വേൾഡിലെ ബിഗ്ഗസ്റ്റ് മിൽക്ക് കോപ്പറേറ്റീവ് ആയിട്ട് ഇന്ന് അറിയപ്പെടുന്ന അമുൽ ഫൗണ്ട് ചെയ്തത് മലയാളിയായ വർഗീസ് കുര്യനാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളതാണ് അമുലിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് അമുൽ എന്ന് പറയുന്നത്. അപ്പം ആനന്ദിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഗുജറാത്തില്. ഓക്കെ, അപ്പോ അങ്ങനെ പല രീതിയിൽ ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത് ഇന്ത്യയിലെ മിൽക്കിന്റെ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയ മനുഷ്യനായതുകൊണ്ടാണ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിന്റെ പിന്നീട് ബ്രെയിൻ, ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് റെവല്യൂഷൻ ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് എന്റെ വേറൊരു പേര്. അപ്പോ അതിന്റെ പിന്നീട് ഫാദർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്ത്യൻ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അറിഞ്ഞിരിക്കുക. ഞാൻ ഇനി ഒരു മിനിസ്റ്ററിന്റെ പേര് പറയാം. ആ മിനിസ്റ്റർ എന്തിന്റെ മിനിസ്റ്റർ ആണെന്ന് പറയണം. തവർ ചന്ദ് ഗെലോട്ട്. തവർ, THAWARCHAND, തവർ ചന്ദ് ഗെലോട്ട്, GHLOT, തവർ ചന്ദ് ഗെലോട്ട് ഏത് മിനിസ്റ്റർ ആണ്? വാട്ട് ഈസ് ഹിസ് പോർട്ട്ഫോളിയോ? അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എന്താണ്? ഹീസ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ, വെരി സീനിയർ മിനിസ്റ്റർ ഇൻ മോഡി ഗവൺമെന്റ്. സോ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ വിച്ച് പോർട്ട്ഫോളിയോ ഹീസ് ലുക്കിംഗ് ആഫ്റ്റർ? അതാണ്
എന്റെ ക്വസ്റ്റ്യൻ. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ആര്യ. അപ്പൊ ആര്യ മാത്രമാണ് ആൻസർ പറയുന്നത്, ബാക്കിയുള്ളവർ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും ആൻസർ പറയണം. അപ്പൊ അത്രയും നിങ്ങൾ പഠിക്കും. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ആണ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ അപ്പോ തവർചന്ദ് ഗെഹ്ലോട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നീട് അപ്പോ അത് അറിഞ്ഞിരിക്കുക, തവർചന്ദ് ഗെഹ്ലോട്ട് ആണ് ഇന്ത്യയുടെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എല്ലാവർക്കും അറിയാം, ICICI ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക് അല്ല, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ ഇന്ത്യയിലെ ഇനി 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ICICI ബാങ്ക്, ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് അതേതാണ്? ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക്, മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് HDFC. ആര്യ, MS നിരഞ്ജന, ഓക്കെ, അഖിൽ രാമചന്ദ്രൻ, HDFC. അപ്പൊ ഈ 3-നും 3 ആൻസർ ആണ്. മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ബാങ്ക് HDFC, ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്നു, പിന്നീട് ബാങ്കായി മാറിയ HDFC ബാങ്ക്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക്. അതായത് ഇന്ത്യയിൽ ഈ പറഞ്ഞ ബാങ്കുകളെല്ലാം വിൽക്കുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന HDFC വിറ്റാലാണ്. സോ ഇന്ത്യസ് മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് ഈസ് HDFC ബാങ്ക്. ഓക്കെ, അറിഞ്ഞിരിക്കുക. NSO എക്സ്പാൻഷൻ എന്താണ്? NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSOയുടെ എക്സ്പാൻഷൻ എഴുതിയിരിക്കണം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയുടെ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് AAI എന്താണ്? AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. AAI എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എയർപോർട്ടുകൾ അവരുടെ അണ്ടറിലാണ് വരുന്നത്. AAI നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എയർപോർട്ട് ഉൾപ്പെടെ AAIയുടെ അണ്ടറിലാണ് വരുന്നത്. അതിന്റെ എന്തെങ്കിലുമൊക്കെ പ്രൈവറ്റൈസേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചില നടത്തിപ്പൊക്കെ ചിലപ്പോൾ അദാനി ഗ്രൂപ്പിനും അങ്ങനെ കൊടുത്താൽ പോലും AAIയുടെ അണ്ടറിലേ അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. മ്യാൻമറിലെ ഇലക്ഷൻ വിൻ ചെയ്തത് ആരാണ്? മ്യാൻമർ. ഇപ്പൊ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. മ്യാൻമർ ഇലക്ഷൻ വിൻ ചെയ്തത് ആരാണ്? മ്യാൻമർ ഇലക്ഷൻ ശരിയാണ്, ആങ് സാൻ സൂക്കി. AUNG ആങ് സാൻ, SANSAA എന്നുകൊണ്ടാണ് ആങ് സാൻ. അത് SUUKYI, ആങ് സാൻ സൂക്കി. ആങ് സാൻ സൂക്കി, ഷീ വൺ ദ elections conducted in Myanmar recently. Last month election conduct ചെയ്തത്. പിന്നീട് കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് ഏത് വേർഡാണ്? കേംബ്രിഡ്ജ് ഡിക്ഷണറി. അത് ചുമ്മാ പറഞ്ഞേ ഉള്ളൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്ന് തോന്നുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലോക്ക്ഡൌൺ അല്ല, പക്ഷെ അതുമായിട്ട് ബന്ധമുള്ള ഒരു വാക്കാണ്. ക്വാറന്റൈൻ ആണ്. ക്വാറന്റൈൻ. ഓക്കെ. ക്വാറന്റൈൻ എന്ന് പറയുന്ന വേർഡാണ് ഈ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് അല്ല, കേംബ്രിഡ്ജ് ഡിക്ഷണറി സെലക്ട് ചെയ്തത്. ഓക്കെ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ SA ബോബ്ഡെ ആണ്. ശരത് അരവിന്ദ് ബോബ്ഡെ. SA ബോബ്ഡെ, ശരത് അരവിന്ദ് ബോബ്ഡെ ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഞാൻ ചോദിക്കാൻ പോണ ക്വസ്റ്റിന്റെ ആൻസർ പറയാം. ഇന്ത്യയുടെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ആരാണ്? ഇന്ത്യയുടെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ആരാണ്? അറിയാമായിരിക്കും. കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആരും പറയുന്നില്ല. കൾച്ചർ ആൻഡ് ടൂറിസം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ കേൾക്കാത്തത് കൊണ്ടാണോ അത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണോ പറയാത്തത്? സാന്ദ്ര. പ്രഹ്ലാദ് സിംഗ് പട്ടേൽ is the tourism minister of India, tourism and culture minister of India. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ നെറ്റിൽ കയറിയാല് ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്. നമ്മൾ ഇനിയിപ്പോ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങും. ഒരു ക്ലാസ് ആയിട്ട് ഡെയിലി എടുക്കാനൊന്നും പറ്റത്തില്ല.
പക്ഷെ ഡെയിലി നമ്മളുടെ ആ വെബ് ആപ്ലിക്കേഷനിൽ ഇനി തൊട്ട് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങും. മൺഡേയോട് കൂടി ഏകദേശം അതിന്റെ വർക്കുകൾ തീർത്തതിനു ശേഷം അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അന്ന് നിങ്ങളെ കൊണ്ട് ടെസ്റ്റാ ചെയ്യിപ്പിച്ചത്. അപ്പൊ ആ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ ഓക്കെയാണ്. ഇനി ഒരു 2 ഫീച്ചേഴ്സും കൂടി ഇന്ന് നാളായിട്ട് ആഡ് ആവും. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ അതല്ല നിങ്ങൾ ഇപ്പൊ ആഡയിലോ അല്ലെങ്കിൽ അതുപോലെ അഫയേഴ്സ് ക്ലൗഡിലോ ഒക്കെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരു 10 പോയിന്റ് അല്ലേ ഒരു ദിവസം മാക്സിമം കാണുള്ളൂ. നിങ്ങൾ എല്ലാവരും അത് എടുത്തു വെച്ച് വായിച്ച് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഹിന്ദു വായിച്ചുകൊണ്ട് ഫുൾ കറണ്ട് അഫയേഴ്സ് ഒന്നും കിട്ടത്തില്ല, കുറച്ചേ കിട്ടുള്ളൂ. ഹിന്ദുവില് കുറെ കാര്യങ്ങൾ വരും. പക്ഷെ ഈ അഫയേഴ്സ് ക്ലൗഡ് പോലുള്ള കറണ്ട് അഫയേഴ്സിന്റെ സൈറ്റുകളോ അല്ലെങ്കിൽ ആപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. അപ്പൊ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മിക്കുള്ളവർക്കും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല. ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ നിങ്ങൾ കരുതരുത്. കാരണം നിങ്ങൾ മെജോറിറ്റി ഓഫ് യു ആർ ആക്ച്വലി ന്യൂ എൻട്രൻസ് ഇൻ ടു ദിസ് ഫീൽഡ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി പരിചയമുള്ളവർ വളരെ കുറവായിരിക്കും. സോ നിങ്ങളെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇരിക്കാനും പറ്റത്തില്ല. ബിക്കോസ് യു ആർ നൗ ഗോയിങ് ടു റൈറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. അത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. അവിടെ വളരെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ കാണും. അപ്പം അവരോട് ആണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പിന്നീട് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പിന്നീട് മടി പിടിച്ചിരിക്കാനൊന്നും ടൈമില്ല. അങ്ങനെ നിങ്ങൾ ഇരുന്നാല് ആമയും മുയലിന്റെയും കഥ പോലെ ആയിപ്പോവും. നിങ്ങളെക്കാളും ബാക്കിൽ നിന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ ഓടിക്കേറുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങൾ വളരെ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഇവിടെ ടാലന്റിനെക്കാളും ഹാർഡ് വർക്കിനാണ് പ്രാധാന്യം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. അപ്പോ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരു പക്ഷെ നിങ്ങളത്ര ഐക്യു ഒന്നും ഇല്ലാത്ത ചില കുട്ടികൾ പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെക്കാളും മുന്നേ ജോബ് നേടി പോകുന്ന കാണാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമേ ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് അപ്ഡേറ്റ് ഇറ്റ് റെഗുലർലി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ പേര് വയ്ക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കണം. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 25 ആൾക്കാരേ ഉള്ളൂ, അറൌണ്ട് 25, അല്ലെങ്കിൽ അതിൽ 1-2 പേര് എക്സ്ട്രാ കാണും, അതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പൊ ഈ ആക്ച്വലി മിനിസ്റ്റേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒരു സെൻട്രൽ ഗവൺമെന്റ് എടുത്ത 3 ടൈപ്പ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയും. രണ്ടാമത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സഹമന്ത്രിയാണ്. നമ്മളുടെ വി മുരളീധരനൊക്കെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറയും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് വെച്ചാൽ ഹീസ് ആക്ച്വലി ലൈക്ക് എ ക്യാബിനറ്റ് മിനിസ്റ്റർ ബട്ട് നോട്ട് എ ക്യാബിനറ്റ് മിനിസ്റ്റർ. ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കത്തില്ല, ബട്ട് അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏകദേശം ക്യാബിനറ്റ് മിനിസ്റ്ററിനെ പോലെ ആയിരിക്കും. ബട്ട് ഹി കനോട്ട് എൻജോയ് ഓൾ ദ പ്രിവിലേജസ് ഓഫ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ. അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എല്ലാ പ്രിവിലേജസും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഹീസ് ഹോൾഡിംഗ് ഇൻഡിപെൻഡന്റ് ചാർജ് ഓഫ് എ പർട്ടിക്കുലർ മിനിസ്ട്രി. അപ്പൊ അതാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ വെറും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അവർ ഏതെങ്കിലും മിനിസ്റ്ററിന്റെ അണ്ടറിലായി. എല്ലാ മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററിന്റെ അണ്ടറിലാണ്. എവറി മിനിസ്റ്റേഴ്സ് കം അണ്ടർ പ്രൈം മിനിസ്റ്റർ. പക്ഷെ ഈ മിനിസ്റ്ററിന്റെ താഴെ മിനിസ്റ്ററാണ്, അവരാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ചാർജ് ഇല്ലാത്ത മിനിസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുകളിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ അവരുടെ മുകളിൽ മോഡി മാത്രമേ, ഇപ്പോഴത്തെ സിനാരിയോയിൽ മോഡി, അല്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും. അപ്പം അവരുടെ മുകളിൽ പ്രൈം മിനിസ്റ്റർ മാത്രമാണ്. അപ്പൊ there are 3 kinds of ministers: ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഇങ്ങനെ 3 പേര്. അതില് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ പേരും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജിന്റെ പേരും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിനൊന്നും പിന്നെ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ കൺട്രിയിൽ ജീവിക്കുന്ന ആൾക്കാരെ, നമ്മളെ ഗവേൺ ചെയ്യുന്ന, നമ്മളെ റൂൾ ചെയ്യുന്ന ആൾക്കാരെ പേര് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാന്ന് പറയരുത്. ഇപ്പം പുതിയ ഗവൺമെന്റ് വന്നിട്ട് തന്നെ ഏകദേശം 1 വർഷം ആവാറാവുന്നു. അതേ 1 വർഷം കഴിഞ്ഞ, അങ്ങനെ 2019 അല്ലേ വരുന്നത്. അപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പോ ഒന്ന് നന്നായിട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്തോളണം. ഓക്കെ, ഞാൻ ഇനിയും ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയുക, അല്ലെങ്കിൽ അറിവിടാത്തവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞാലും മതി. പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇനിയെങ്കിലും അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇനി നിങ്ങളുടെ എക്സാംസ് ഒക്കെ വരുമ്പോൾ എഴുതാൻ പറ്റണം. ഇതുവരെയുള്ള എല്ലാം പോട്ടെ, ഇതുവരെയുള്ള എല്ലാം മറന്നേക്കും. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ മടി പിടിക്കരുത്. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടേ പറയാൻ പോകുന്നത്.
മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗിന്റെ പേര് ഇപ്പം മാറ്റി. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗിന്റെ പേര് ഇനി എന്താണ് നിങ്ങൾ പറയാൻ ചാൻസ് ഇല്ല, ഞാൻ പറയാം. യദുകൃഷ്ണൻ പറഞ്ഞു മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് എന്നാക്കി. മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ആര്യ MS കമന്റ് ചെയ്ത് ശരിയാണ്. മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് എന്നാക്കി. പ്രസാർ ഭാരതിയുടെ സിഇഒ പ്രസാർ ഭാരതി ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററാണ് പ്രസാർ ഭാരതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററാണ് പ്രസാർ ഭാരതി. ശരിയാണ്, ആര്യ പറഞ്ഞത് ശരിയാണ്. സിഇഒയുടെ പേര് ശശിശേഖർ വെമ്പട്ടി എന്നാണ്. ശശി സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം, അതായത് ശേഖറിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം, അതായത് വെമ്പട്ടി VEMPATY. ശശിശേഖർ വെമ്പട്ടി is the CEO of Prasar Bharati, National Broadcaster of India. പ്രസാർ ഭാരതിയുടെ അണ്ടറിലാണ് ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും വരുന്നത്. ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റർ ആണ് പ്രസാർ ഭാരതി എന്ന് പറയുന്നത്. അതിന്റെ സിഇഒ ശശിശേഖർ വെമ്പട്ടിയാണ്. അറിഞ്ഞിരിക്കുക. ജൽശക്തി മിനിസ്റ്റർ, വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പേര്. ആൻഡ് ജൽശക്തി ഈസ് എ ന്യൂ മിനിസ്ട്രി ഇൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഒരു ന്യൂ മിനിസ്ട്രി ആണ്. ആക്ച്വലി ദർ വാസ് നോ സച്ച് മിനിസ്ട്രി പ്രീവിയസ്ലി. ഈ 2019 NDA 2 അണ്ടർ നരേന്ദ്രമോദി ആണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തത്, ജൽശക്തി മിനിസ്ട്രി. ഹു ഈസ് ദ മിനിസ്റ്റർ ഓഫ് ജൽശക്തി? ജൽശക്തിയുടെ മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജേന്ദ്ര സിംഗ് എനിക്കിത് ആര്യ രണ്ടുപേരും പറഞ്ഞ ശരിയാണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഈസ് ദ മിനിസ്റ്റർ ഫോർ ജൽശക്തി മിനിസ്റ്റർ ആണ്. ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2024 കൂടി എല്ലാ വീടുകളിലും ഒരു പൈപ്ഡ് വാട്ടർ കണക്ഷൻ കൊടുക്കണം എന്നാണ്. ബൈ 2024 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു ഗീവ് പൈപ്ഡ് വാട്ടർ കണക്ഷൻ ടു ഓൾ ദ ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. ആ പർപ്പസ് മുൻനിർത്തിയാണ് ജൽശക്തി എന്ന മിനിസ്ട്രി ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാനിപ്പോ കുറെ കാലം ഇതൊക്കെ പഠിപ്പിച്ചിട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു സ്കീം ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം ഓഫ് ദാറ്റ് സ്കീം ഈസ് ജൽ ജീവൻ മിഷൻ എന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് ജൽ ജീവൻ മിഷൻ എന്ന്, അപ്പോ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് തന്നെ അതിന്റെ എയിം വരും. അപ്പൊ ഞാൻ പറഞ്ഞതാണോ അതിന്റെ എയിം എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ്. ജൽ ജീവൻ മിഷൻ അതിന്റെ എയിം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 കൂടി ഇന്ത്യയിൽ എല്ലാ വീടുകളിലും സേഫ് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പൈപ്ഡ് വാട്ടർ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ എയിം എന്ന എന്റെ ഓർമ്മ. എന്തായാലും ജൽശക്തി മിനിസ്റ്റർ അണ്ടറിലാണ് വരുന്നത്. അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് എന്റെ മിനിസ്റ്റർ. ഒന്ന് നോക്കി ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് പെട്ടെന്ന് ജൽജീവൻ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് അണ്ടർ ദ എയിംസ് ടു എൻഷുർ. ഓക്കെ, ഞാൻ പറഞ്ഞ തന്നെ അല്ലേ? ഓക്കെ. ആ മിഷന്റെ പേര് പഠിച്ചു വെച്ചാണ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൽജീവൻ മിഷൻ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് അത് വന്നതെന്ന് എന്റെ ഓർമ്മ. ഓക്കെ, അപ്പോ അത് പഠിക്കുക. അടുത്ത CBIC അല്ല, CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റം. CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റം. CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ആക്ച്വലി നമ്മൾ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ രാജ്യങ്ങളിലും 2 ടാക്സ് സിസ്റ്റംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഇൻഡയറക്ട് ടാക്സ്. ഈ ഡയറക്ട് ടാക്സിലാണ് ഇൻകം ടാക്സും ലാൻഡ് ടാക്സും പോലുള്ള സംഭവങ്ങൾ വരുന്നത്. ഇൻഡയറക്ട് ടാക്സ് നമ്മൾ അറിയാതെ കൊടുക്കുന്ന എല്ലാ ടാക്സും ഇൻഡയറക്ട് ടാക്സ് ആണ്. വെൻ വി ആർ ബൈയിങ് എ പ്രോഡക്റ്റ്, വി ആർ ആക്ച്വലി ഗിവിംഗ് എൻഹാൻസ്ഡ് പ്രൈസ്. അതിന്റെ എക്സാക്ട് പ്രൈസ് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി ഒരു സോപ്പ് നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ് ചിലപ്പോൾ 3-4 രൂപയായിരിക്കും. പക്ഷെ നമ്മൾ പലതരത്തിലുള്ള ടാക്സസ് ആഡ് ചെയ്ത് നമ്മൾ 10 റുപ്പീസ്, ഞാൻ ചുമ്മാ ഒരു എമൗണ്ട് പറഞ്ഞതാണ്, 10 റുപ്പീസ് കൊടുക്കുന്നത് കരുതുക. അപ്പം നമ്മൾ അറിയാതെ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ എൻഹാൻസ്ഡ് പ്രൈസ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത് ടാക്സ് ആണ്. ബട്ട് വി ആർ നോട്ട് നോയിങ് ഇറ്റ്. വി ആർ നോട്ട് നോയിങ് ദാറ്റ് വി ആർ പേയിങ് ടാക്സ്. ആ ടാക്സിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പല ഇൻഡയറക്ട് ടാക്സുകൾ ഉണ്ടായിരുന്നു. വാറ്റ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇതിലേക്ക് ഏകീകരിച്ചുകൊണ്ട് ഇപ്പോഴും ചില പ്രൊഡക്ട്സിലൊക്കെ, പെട്രോളിയം പ്രൊഡക്ട്സ് പോലുള്ള സംഭവങ്ങളിൽ ഈ ടാക്സസ് ഒക്കെ നിലവിലിരിക്കുന്നുണ്ട്. ബാക്കി മിക്ക പ്രൊഡക്ട്സിലും
ആ ടാക്സസ് എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ടാക്സ് കൊണ്ടുവന്നാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇൻഡയറക്ട്ലി പേ ചെയ്യുന്നതായതുകൊണ്ട് അതിന് ഈ ടാക്സിനെ എല്ലാത്തിനെയും കൂടെ ഒരു ഏജൻസിയുടെ അണ്ടറിൽ കൊണ്ടുവന്നത്. ആ ഏജൻസിയുടെ പേരാണ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത്. CBICയുടെ ചെയർമാനാണ് അജിത് കുമാർ. CBICയുടെ ചെയർമാൻ അജിത് കുമാർ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാൻ അജിത് കുമാർ ആണ്. അജിത് കുമാർ. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഡയറക്ട് ടാക്സിന് ഡീൽ ചെയ്യുന്ന CBDT ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് CBDT. CBDTയുടെ ചെയർമാന്റെ പേര് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ചെയർമാൻ PC മോഡി. ശരിയാണ് ആര്യ, എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ കുറച്ചുകാലത്ത് പഠിപ്പിക്കാതെ മറന്നുപോയതാണ്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, അതിന്റെ ചെയർമാൻ PC മോഡി ആണ്. PC മോഡി. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ, അത് നിങ്ങൾ പറയുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം കൊറോണ പ്രോബ്ലം വന്നതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മിനിസ്റ്ററാണ് ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ശൈലജ ടീച്ചറിനെ പോലെ ഇന്ത്യയിൽ ഹെൽത്ത് മിനിസ്റ്ററാണ്. ലോകം മുഴുവൻ ഹെൽത്ത് മിനിസ്റ്ററാണ് കൂടുതൽ ശ്രദ്ധിച്ചത് ഈ സമയത്ത്. MS ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞു. ശരിയാണ്, ഹർഷവർദ്ധൻ. സാന്ദ്ര പറഞ്ഞു ശരിയാണ്. ഹർഷവർദ്ധൻ ഇസ് ദ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഓൾസോ അദ്ദേഹം പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററാണ്. അപ്പൊ അതിന്റെ മിനിസ്റ്ററാണ് ഹർഷവർദ്ധൻ. അനക്ക ശരിയാണ്. ഇന്ത്യയുടെ മിനിസ്റ്റർ, വീണ്ടും ഒരു മിനിസ്റ്ററിന്റെ പേര് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ലോ ആൻഡ് ജസ്റ്റിസ്. കുറെ മിനിസ്ട്രി ഉണ്ട് ആ മനുഷ്യന്റെ അണ്ടറിൽ. ലോ ആൻഡ് ജസ്റ്റിസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇതിലെല്ലാത്തിന്റെ മിനിസ്റ്ററാണ് രവിശങ്കർ പ്രസാദ്. ശരിയാണ്, രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ്. ഇനി ഞാനിപ്പോ പറയാൻ പോണത് നികിത, ശരിയാണ്, രവിശങ്കർ പ്രസാദ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് ഒരു പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ്. ഇത് ഏത് രാജ്യത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണെന്ന് പറയണം. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന രാജ്യമാണ്. പറയാൻ പോവാണ് ലോട്ടെ ഷെറിംഗ്. LOTAY, ലോട്ടെ ഷെറിംഗ്. TSHERING, ലോട്ടെ ഷെറിംഗ്. ഭൂട്ടാൻ. ആര്യ പറഞ്ഞു ശരിയാണ്, ഭൂട്ടാൻ ആണ്. നിരഞ്ജന പറഞ്ഞു, നികിത പറഞ്ഞു, സാന്ദ്ര പറഞ്ഞു, എല്ലാരും പറഞ്ഞു ശരിയാണ്, ഭൂട്ടാൻ. ഭൂട്ടാൻ. ജോയ് പറഞ്ഞു ശരിയാണ്, ഭൂട്ടാൻ. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ലോട്ടെ ഷെറിംഗ്. പക്ഷേ ഭൂട്ടാനിൽ പ്രൈം മിനിസ്റ്റർ അല്ല പ്രാധാന്യം. ഭൂട്ടാൻ ഈസ് എ മൊണാർക്കി. സോ ഭൂട്ടാനിലെ കിങ്ങിനാണ് പ്രാധാന്യം. ഹു ഇസ് ദ കിങ് ഓഫ് ഭൂട്ടാൻ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ല, ഞാൻ പറയാം. ജിഗ്മി ഖേസർ വാങ്ചുക്. JIGME. ജിഗ്മി, JIGME. ജിഗ്മി ഖേസർ, KHESAR, ഖേസർ വാങ്ചുക്, WANGCHUCK, WANGCHUCK. ജിഗ്മി ഖേസർ വാങ്ചുക് is the king of Bhutan. Bhutan is a monarchy. ഭൂട്ടാൻ ഒരു മൊണാർക്കിയാണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇപ്പോ G20 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. G20 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്നാണ്. G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ്. വേൾഡിലെ ലാർജസ്റ്റ് 20 എക്കോണമീസിന്റെ ഗ്രൂപ്പാണ് G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്ന് പറയുന്നത്. വേൾഡിലെ ലാർജസ്റ്റ് 20 എക്കോണമീസിന്റെ ഗ്രൂപ്പാണ് G20 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വെള്ളം അങ്ങനെ കുടിക്കണമെങ്കിൽ കുടിച്ചോ. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വന്നുകൊണ്ടാണ്.
ഓക്കെ. അപ്പം എല്ലാവരും ഉണ്ടല്ലോ, ആരും പോയിട്ടില്ലല്ലോ. G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ 20 എക്കോണമീസ് ആണ് G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ G20യുടെ മീറ്റിംഗ് ഇപ്പൊ നടന്നു. G20യുടെ ചെയർമാൻ ഇപ്പോ സൗദി അറേബ്യയാണ്. G20യുടെ ചെയർമാൻ ഇപ്പൊ സൗദി അറേബ്യയാണ്. അപ്പൊ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലാണ് G20യുടെ ഇപ്പോഴത്തെ വിർച്വൽ സമ്മിറ്റ് നടന്നത്. G20യുടെ വിർച്വൽ സമ്മിറ്റ് നടക്കാൻ പറ്റുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും കോവിഡ് നിയന്ത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇപ്പൊ നെക്സ്റ്റ് G20 സമ്മിറ്റ് അതുപോലെ ഓരോരോ അടുത്ത 2021 എവിടെയാണ് നടന്നിരിക്കുക? 2021 G20 സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിൽ വെച്ചാണ്. ആ സമയത്ത് ഇറ്റലിയാണ് G20യുടെ ചെയർമാൻ. അതെ, ജോയ് പറഞ്ഞ ശരിയാണ്, ഇറ്റലിയാണ്. 2021 ഇറ്റലി, 2022 ഇന്തോനേഷ്യ, 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ. അപ്പൊ 23 ചെയർമാൻ ഇന്ത്യ. സോ 2021 ഇറ്റലി, 22 ഇന്തോനേഷ്യ, 23 ഇന്ത്യ ആൻഡ് 24 ബ്രസീൽ. 24 ബ്രസീൽ നടന്നിരിക്കുക G20. അപ്പൊ അതൊന്ന് എഴുതിക്കൊള്ളേ, G20യുടെ കാര്യങ്ങളൊന്ന് എഴുതിക്കൊള്ളേ. G20 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വീണ്ടും ഞാനൊരു മിനിസ്റ്ററിന്റെ പേര് വയ്ക്കാം. മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ആരാണ്? ചെടപെടാ പറയണം. പ്രകാശ് ജാവദേക്കർ. ആര്യ, നിരഞ്ജന എല്ലാവരും പറഞ്ഞ ശരിയാണ്. പ്രകാശ് ജാവദേക്കർ ഈസ് ദ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇതിനെല്ലാത്തിനും മിനിസ്റ്റർ ആണ് പ്രകാശ് ജാവദേക്കർ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോം ആണ് പ്രഗതി എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോം ആണ് പ്രഗതി. PRAGATI, പ്രഗതി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോം ആണ് പ്രഗതി എന്നറിയപ്പെടുന്നത്. ഈ പ്രഗതിയുടെ എക്സ്പാൻഷൻ ആണ് പ്രഗതി. PRAGATI, പ്രഗതി. പ്രോആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്നാണ്. പ്രോആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ, പ്രഗതി. എഴുതിയോ? ഡൗട്ട് ഉണ്ടോ? എഴുതിയോ? പ്രഗതി. ഓക്കെ നിരഞ്ജന. ഓക്കെ, പ്രോആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ, പ്രഗതി. ഓക്കെ, ഞാനൊരു പേര് പറയാം. പേര് ആരാണെന്ന് പറഞ്ഞാൽ സർബാനന്ദ സോണോവാൾ. സർബാനന്ദ സോണോവാൾ, SARBANANDA, സർബാനന്ദ സോണോവാൾ, SONOWAL. അസാമിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് ആര്യ പറഞ്ഞു. ശരിയാണ്, അസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് സർബാനന്ദ സോണോവാൾ. SARBANANDA, സർബാനന്ദ സോണോവാൾ, SONOWAL. സർബാനന്ദ സോണോവാൾ, അസാമിന്റെ ചീഫ് മിനിസ്റ്റർ. എഴുതിയല്ലോ. ഓക്കെ, അടുത്തതായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മാനില ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ബാങ്കാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മാനില ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഏഷ്യക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റിന്റെ പേരെന്താണ്? ജപ്പാൻകാരനാണ്. പ്രസിഡന്റിന്റെ പേരെന്താണ്? മസാത്സുകു അസഗാവ എന്നാണ് നമ്മുടെ ഓർമ്മ. ഒന്ന് ചെക്ക് ചെയ്തേ, മസാത്സുകു അസഗാവ ആണെന്ന്. സ്പെല്ലിംഗ് എനിക്ക് കറക്റ്റ് അറിഞ്ഞു. ആരെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ ഇതിലോട്ട് നമ്മളുടെ മെസ്സേജ് ആയിട്ടിട്ടെ. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് മസാത്സുകു അസഗാവ എന്ന് തന്നെയാണെന്ന് നോക്കി അന്ന് പോസ്റ്റ് ചെയ്തേ. ഉറങ്ങിപ്പോയ എല്ലാരും? മിണ്ടുന്നില്ലല്ലോ. മസാത്സുകു അസഗാവ. ആര്യ, MA കൃഷ്ണേന്ദു ഒക്കെ ഇട്ടിട്ടുണ്ട്. MASATSUGU മസാത്സുകു. MASAT മസാത്സുകു, SUGU മസാത്സുകു
അസകാവ, ASAKAWA, ASAKAWA, മസാത്സുകു അസകാവ. ഓക്കെ. വീണ്ടും പറയുകയാണ് ഒരു ചീഫ് മിനിസ്റ്ററിന്റെ പേര്, ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, RAWAT, ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ആരാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത്? ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. കൃഷ്ണേന്ദു, നികിതനാഥ്, ആര്യ എല്ലാവരും പറഞ്ഞ ശരിയാണ്. ഉത്തരാഖണ്ഡ്, അതിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത് എന്ന് പറയാം. ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഇസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്. ഞാൻ ഇനി ഒരു ഫെസ്റ്റിവലിന്റെ പേര് പറയാം. ഇന്ത്യയിൽ എന്നല്ല, വളരെ ലോക പ്രശസ്തമായിട്ട് ഒരു ഫെസ്റ്റിവൽ ആണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഫ്ലോർ ചെയ്യുന്ന സമയമാണ്. സോ അപ്പൊ ഞാൻ ആ ഫെസ്റ്റിവലിന്റെ നെയിം പറയാം. നിങ്ങൾ എവിടെയാണെന്ന് പറയണം. ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ അതെല്ലാവർക്കും അറിയായിരിക്കും. നാഗാലാൻഡ്, ആര്യ MS പറഞ്ഞ ശരിയാണ്. നാഗാലാൻഡ്, അവിടെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇന്ത്യയിൽ, നാഗാലാൻഡ്. നികിത അനഗ KS ശരിയാണ്. നാഗാലാൻഡ്. ഓക്കെ. ശിവരാജ് സിംഗ് ചൗഹാൻ. ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ? ശിവരാജ് സിംഗ് ചൗഹാൻ കേട്ടിട്ടുള്ള പേരായിരിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ കേൾക്കുന്ന പേരാണ്. അഖിൽ രാമചന്ദ്രൻ പറഞ്ഞു. നിരഞ്ജന ആര്യ. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ കൃഷ്ണേന്ദു. ഓക്കെ, ശരിയാണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ആര്? നികിത പറഞ്ഞതും ശരിയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ. ഗൗ ക്യാബിനറ്റ് എന്നുള്ള പേരില് ഗൗ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ പിന്നീട് ഒരു സംഭവം രൂപീകരിച്ചു. അതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഗൗ ക്യാബിനറ്റ്, GAUCABINET, ഗൗ ക്യാബിനറ്റ്. അപ്പൊ അത് മധ്യപ്രദേശിലാണ് അങ്ങനെ ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കുന്നത്. അതില് അനിമൽ ഹസ്ബൻഡറി മിനിസ്റ്റർ, ഫോറസ്റ്റ് മിനിസ്റ്റർ, പഞ്ചായത്ത് മിനിസ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ്, റവന്യൂ, ഹോം, ഫാമേഴ്സ് വെൽഫെയർ, ഈ മിനിസ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് ഈ ഗൗസിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു ഗൗ ക്യാബിനറ്റ് രൂപീകരിച്ചത്. അതാ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാനൊരു സ്ഥലത്തിന്റെ പേര് പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. ഏത് സ്റ്റേറ്റിൽ എന്ന് പറയാം? ഹംപി, HAMPI, ഹംപി. കർണാടക. ഏത്? കൃഷ്ണൻ, നിരഞ്ജന ശരിയാണ്. കർണാടക. കൃഷ്ണേന്ദു എല്ലാവരും പറഞ്ഞത് ശരിയാണ്. കർണാടകത്തിലാണ് ഹംപി എന്ന് പറയുന്നത്. അനഘ ശരിയാണ്. കർണാടകത്തില്. ആക്ച്വലി വിജയ കൃഷ്ണദേവരാജൊക്കെ ഉണ്ടായിരുന്നല്ലോ. വിജയ സംതിങ് ഒരു എംപയർ ഉണ്ടായിരുന്നു. എന്താണ്? വിജയനഗര എംപയർ. അതാണ് വിജയനഗര എംപയർ. ആ എംപയറിന്റെ ക്യാപിറ്റലൊക്കെ ആയിരുന്നു ഹംപി എന്ന് പറയുന്നത്. വിജയനഗർ എംപയർ. അതായിരുന്നു വിജയനഗര എംപയർ. അതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി. അപ്പൊ ആ ഹംപി ഇപ്പൊ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഈ ഹംപി കർണാടകത്തിലാണ്. അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞിരിക്കുക, കർണാടകത്തിലാണ്. ഓക്കെ. നരേന്ദ്ര സിംഗ് തോമർ. ആരാണ് നരേന്ദ്ര സിംഗ് തോമർ? അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ്. ശരിയാണ് നിരഞ്ജന. എനിക്ക് തോന്നുന്നു ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെ മിനിസ്റ്റർ ഇപ്പൊ നരേന്ദ്ര സിംഗ് തോമർ ആണെന്ന് തോന്നുന്നു. അഗ്രികൾച്ചർ മാത്യു കന്നഡി പറഞ്ഞതും ശരിയാണ്. അഗ്രികൾച്ചർ. അതുപോലെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെ മിനിസ്റ്ററും നരേന്ദ്ര സിംഗ് തോമർ അല്ലേ? ചെക്ക് ചെയ്ത്. ആര്യ എസ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഫുഡ് പ്രോസസിംഗ് നികിത ശരിയാണ്. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെയും അതുപോലെ അഗ്രികൾച്ചറിന്റെ മിനിസ്റ്റർ ആണ് നരേന്ദ്ര സിംഗ് തോമർ. അയോധ്യ എയർപോർട്ടിന്റെ പുതിയ പേര്. മര്യാദ പുരുഷോത്തം ശ്രീരാം എയർപോർട്ട്. മര്യാദ പുരുഷോത്തം ശ്രീരാം എയർപോർട്ടാണ് അയോധ്യ എയർപോർട്ടിന്റെ പുതിയ പേര്. എഴുതിയോ? ഇന്ത്യയുടെ ഫസ്റ്റ് സാൻഡൽവുഡ് മ്യൂസിയം. മൈസൂരിൽ. ശരിയാണ്. ആര്യ, മാത്യു എല്ലാവരും പറഞ്ഞത് ശരിയാണ്. രേവതി ശ്രീ പറഞ്ഞത് ശരിയാണ്. മൈസൂരിലാണ്. അശോകപുരം. മൈസൂരില്, കർണാടകത്തിലെ അച്ചു ശരിയാണ്. അശോകപുരം, കർണാടകത്തിലെ മൈസൂരിലെ അശോകപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡൽവുഡ് മ്യൂസിയം എന്ന് പറയുന്നത്. സാൻഡൽവുഡ് മ്യൂസിയം.
NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ ബ്രിക്സ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസിന്റെ തുടക്കത്തിൽ ബ്രിക്സ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. സോറി, ബ്രിക്സ് ബാങ്കിനെ കുറിച്ചല്ല, ബ്രിക്സിനെ കുറിച്ച് പറഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ആ ഒരു പാർട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി ആ കൺട്രീസ് എല്ലാം കൂടി ചേർന്ന് തുടങ്ങിയ ബാങ്കാണ് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ആക്ച്വലി NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷാങ്ഹായ് ആണ്. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഹബ്ബായ, ചൈനയിൽ ഒരുപാട് വലിയ സിറ്റീസ് ഉണ്ടെങ്കിലും ചൈനയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഷാങ്ഹായ് ആണ്. ഈ ഷാങ്ഹായ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഈ ബ്രിക്സിന്റെ ബാങ്കാണ് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഈ NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു നോക്കിയിട്ടെന്ന് പറഞ്ഞു. NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യക്കാരനെ KV കാമത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇനി ആരിലേക്കാണ് അത് പോകുന്നതെന്ന് വെച്ചാൽ ബ്രസീലിലേക്കാണ്. ബ്രസീലിന്റെ ഒരു നോമിനിയാണ് പുതിയ പ്രസിഡന്റ്. ഞാനത് വായിച്ചിരുന്നതാണ്, മറന്നുപോയി. അതും കൂടെ ഒന്ന് നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്തേ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDBയുടെ മാർക്കോസ് ട്രോയിജോ, മാക്രോസ് ആണ്, മാർക്കോസ് ആണ്, MACROS വരുന്ന MARCOS, മാർക്കോസ് ട്രോയിജോ. മാർക്കോസ് ആണോ മാക്രോസ് ആണോ? രണ്ട് സ്പെല്ലിംഗ് നിങ്ങൾ മാർക്കോസ്, ഓക്കെ. MARCO, മാർക്കോസ് ട്രോയിജോ, മാർക്കോസ് പ്രാഡോ ട്രോയിജോ, ഓക്കെ ഓക്കെ ഓക്കെ, മാർക്കോസ് പ്രാഡോ ട്രോയിജോ, ഓക്കെ, TROYJO ട്രോയിജോ. അപ്പൊ ഇത് ബ്രസീലുകാരാണ്. അദ്ദേഹമാണ് പുതിയ NDB പ്രസിഡന്റ്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആകുമ്പോൾ. UNDPയുടെ എക്സ്പാൻഷൻ, UNDPയുടെ എക്സ്പാൻഷൻ, UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. UNDPയുടെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ്, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ UNDP എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് UN-ന്റെ ഒരു ഏജൻസിയാണ്. NDDBയുടെ എക്സ്പാൻഷൻ, NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. പരം സിദ്ധി, പരം PARM, പരം സീരീസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പേരാണ്. പരം സീരീസിൽ അറിയപ്പെടുന്നത്. പരം സീരീസിൽ കുറെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഇന്ത്യക്ക്. പരം, അതിലൊരെണ്ണമാണ് പരം സിദ്ധി, SIDDHI, പരം സിദ്ധി. വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റിൽ 63rd റാങ്ക് ആണ് ഈ പരം സിദ്ധി. ഇന്ത്യ എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടത്തില് ശരിയാണ് നിൽക്കുന്നത് 63. ഇന്ത്യ എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടത്തിൽ 63ാം സ്ഥാനത്ത് നിൽക്കുന്ന, വേൾഡിലെ 63ാം സ്ഥാനത്തുള്ളതാണ് ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോ പരം സിദ്ധി വേൾഡിലെ 63rd ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, അത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, അപ്പോ അതറിഞ്ഞിരിക്കുക. പിന്നീട് ഫിഫയുടെ റാങ്കിങ്ങില്, ഫിഫ എല്ലാവർക്കും അറിയാം, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്. വേൾഡിലെ മോസ്റ്റ് പോപ്പുലർ ഗെയിമായ ഫുട്ബോളിന്റെ ഗവേണിംഗ് ബോഡിയാണ് ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്. ഗ്യാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ്. ഫിഫയുടെ പ്രസിഡന്റ് ഗ്യാനി ഇൻഫാന്റിനോ. ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്, ഫിഫയുടെ പ്രസിഡന്റ് ഗ്യാനി ഇൻഫാന്റിനോ. ഈ ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടെ എഴുതി വെച്ചോ, സൂറിച്ച് ആണ്. സൂറിച്ച്. ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൂറിച്ച്, ZURICH, സ്വിറ്റ്സർലാൻഡിലാണ് സൂറിച്ച്. ഫിഫയുടെ റാങ്കിങ് അനുസരിച്ച് വേൾഡിൽ ഇന്ത്യയുടെ റാങ്ക് 104 ആണ്. 104 ഇന്ത്യയുടെ വേൾഡ് റാങ്കിങ്. ഫിഫയുടെ റാങ്കിങ് അനുസരിച്ച് വേൾഡിലെ നമ്പർ 1 ഫുട്ബോൾ ടീം ബെൽജിയം ആണ്. രണ്ടാമത് ഫ്രാൻസ്, മൂന്നാമത് ബ്രസീൽ. വേൾഡ് റാങ്കിങ്ങില്, ഫിഫയുടെ റാങ്കിങ്ങില് വേൾഡിലെ 1ാം സ്ഥാനത്ത് ഇന്ത്യ. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ പറഞ്ഞത്, സോറി, അറിയാതെ പറഞ്ഞതാണ്. അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പം അങ്ങനെ സംഭവിക്കാൻ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഫുട്ബോളില് ഭയങ്കര ഫിസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ പലതും
അപ്പം നമ്മളൊക്കെ പൊതുവെ യൂറോപ്യൻസിനെക്കാളും ഒക്കെ ഫിസിക്കലി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും ഇന്ത്യ വേൾഡ് സ്റ്റേജിൽ ഫുട്ബോളിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു 21 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പറ്റുമായിരിക്കും. 1ാം സ്ഥാനത്തൊക്കെ വരാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏഷ്യയില് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും ശ്രമിച്ചിട്ട് ഇതൊരിക്കലും നടന്നിട്ടില്ല. ജപ്പാനൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നവരാണ്, പക്ഷെ അവർ ആദ്യത്തെ ഒരു 25-30 കൺട്രീസ് എടുത്താൽ കാണും. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിടന്നിക്കാൻ ജപ്പാൻ പോലുള്ള വേൾഡിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് പോലും പറ്റുന്നില്ല, ചൈനയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ അത് അതിന് അവരുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, നമ്മളുടെ ഫിസിക്കൽ ബിൽറ്റപ്പ് അങ്ങനെയാണ്. അതൊക്കെ അതിന്റെ റീസൺസ് ആണ്. അത് നിങ്ങൾ ടെന്നീസ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ചൈനക്കാര് ബാഡ്മിന്റണിലൊക്കെ വലിയ പ്ലേയേഴ്സ് ചൈനക്കാരാണ്, പക്ഷെ ഒരു ടെന്നീസിലൊന്നും അല്ല. ജപ്പാൻകാരും പിന്നീട് ടെന്നീസിൽ 1-2 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ജപ്പാൻകാരും ടെന്നീസിൽ വലിയ പവേഴ്സ് അല്ല. കാരണം പവർഫുൾ ആയിട്ടുള്ള എല്ലാ ടെന്നീസ് പ്ലേയേഴ്സും വരുന്ന ഒന്ന് US അല്ലെങ്കിൽ യൂറോപ്പ്, അവിടെ നിന്നാണ്. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഓക്കെ, അത് പോട്ടെ, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും വേൾഡ് നമ്പർ 1 ഫിഫ റാങ്കിങ്സിൽ വേൾഡ് നമ്പർ 1 ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ബെൽജിയം, നമ്പർ 2 ഫ്രാൻസ് ആൻഡ് നമ്പർ 3 ബ്രസീൽ. അറിഞ്ഞിരിക്കുക. പിന്നീട് നമ്മളുടെ ഇപ്പോഴത്തെ ATP ടൂർ ഫൈനൽസ് വിൻ ചെയ്തതാണ്. ATP ടൂർ ഫൈനൽസ് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് ആണ് മെയിൽ ടെന്നീസ് പ്ലേയേഴ്സിന്റെ ടൂർ സംഘടിപ്പിക്കുന്നത്. അവരൊരു വർഷത്തിന്റെ അവസാനം ഇയർ എൻഡിങ് ആയിട്ട് നടത്തുന്ന ടൂർണമെന്റ് ആണ് ATP ടൂർ ഫൈനൽസ് എന്ന് പറയുന്നത്. അത് വിൻ ചെയ്തത് ആരാണ്? വേൾഡിലെ 4th റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ, ലോകത്തില് ഇനി ഭാവിയിൽ ജോക്കോവിച്ചിന്റെയും റാഫേൽ നദാലിന്റെയും റോജർ ഫെഡറിന്റെ ഒക്കെ പ്ലേസ് ഏറ്റെടുക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ അദ്ദേഹമാണ്. വേൾഡ് റാങ്കിങ്ങിൽ 4 ആണ്. അദ്ദേഹമാണ് വിൻ ചെയ്തത്. റഷ്യക്കാരനാണ്. ATP ടൂർ ഫൈനൽസ്. ആരും പറയുന്നില്ല ഒന്നും. എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. അത് ഞാൻ പറയുന്ന നിങ്ങൾ കട്ടായി പോയാ എല്ലാരും, അതോ ഒന്നും അറിയത്തില്ല? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റും. സാറിന് ചാറ്റ് കിട്ടുന്നില്ലേ? എനിക്ക് കിട്ടുന്നില്ല. അവര് പറയുന്നുണ്ടോ? ഇത് മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ പോട്ടെ, കുഴപ്പമില്ല. എനിക്ക് മെസ്സേജ്, എനിക്കൊന്ന് നെറ്റ് എനിക്ക് ഭയങ്കര സ്ലോ ആണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നിർത്താം. അതിന് 2ാമതൊരു ക്ലാസ് കൂടെ എടുത്താലേ എന്തായാലും തീരുള്ളൂ. കാരണം ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതിൽ പറയാനുണ്ട്. ഈ നവംബർ മന്ത് ഫുൾ ആയതുകൊണ്ടേ. അപ്പൊ ആൻസർ എന്താണ് പറഞ്ഞത്? ഞാൻ കണ്ടില്ല. എന്താണ് പറഞ്ഞത്? മെഡ്വദേവ്. മെഡ്വദേവ്. ഓക്കെ. ഡാനിൽ മെഡ്വദേവ്, റഷ്യക്കാരനായ, അതല്ലേ പറഞ്ഞത്? ഓക്കെ. റഷ്യക്കാരനായ ഡാനിൽ മെഡ്വദേവ് ആണ് പിന്നീട് ATP ടൂർ ഫൈനൽസ് വിൻ ചെയ്തത്. ഡാനിൽ മെഡ്വദേവ്. പിന്നീട് തോപ്പിച്ചത് ഡൊമിനിക് തീമിനെയാണ്. വേൾഡിലെ 3rd റാങ്ക്ഡ് പ്ലെയർ ആയ ഓസ്ട്രിയക്കാരനായ ഡൊമിനിക് തീമിനെ തോപ്പിച്ചിട്ടാണ് ഈ ഡാനിൽ മെഡ്വദേവ് വിൻ ചെയ്തത് ATP ടൂർ ഫൈനൽസ്. ഓക്കെ, നമുക്ക് 1-2 കാര്യങ്ങളുടെ പറഞ്ഞത് നിർത്താം. ബാക്കി ഞാൻ ഒരു ക്ലാസ് കൂടെ എടുക്കാം. പറ്റുമെങ്കിൽ നാളെ എടുക്കാം, അല്ലെങ്കിൽ 1-2 ദിവസത്തിന് ഒരു ക്ലാസ് എടുത്തായിട്ട് തീരുള്ളത്. അല്ലാതെ ഒരു 2.5 hours വേണം. ഓക്കെ. പിന്നീട് കിരൺ റിജ്ജു ആരാണ്? ഇന്ത്യയുടെ കിരൺ റിജ്ജു. ഇന്ത്യക്ക് എന്താണ് കിരൺ റിജ്ജു? കിരൺ റിജ്ജു ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ ആണ്. യൂത്ത് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ, യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ഇതിന് രണ്ടിലും മിനിസ്റ്റർ ആണ്. പിന്നീട് കിരൺ റിജ്ജു RIJIJ, കിരൺ റിജ്ജു എന്നാണ് പറയുന്നത്, പക്ഷെ RIJIJU എന്നാണ് സ്പെല്ലിംഗ്. പിന്നീട് വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ റെക്കോർഡ് കിട്ടി. 22,000 റൺസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്ന പ്ലെയർ. 22,000 റൺസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്യുന്ന പ്ലെയർ എന്നുള്ള ഒരു പിന്നീട് ബഹുമതി, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ഇനി മുതൽ ആരുടെ പേരിലാണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയുടെ പേരിലാണ്. വിരാട് കോഹ്ലി. ഓക്കെ. പിന്നീട് SCO എന്താണ് നടന്നിരിക്കുന്നത്? SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഈസ് SCO, അല്ലെങ്കിൽ SCOയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. ഈ SCOയുടെ മീറ്റിംഗ് ഇപ്പം നടന്നായിരുന്നു. ആക്ച്വലി ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അങ്ങനെ കുറെ രാജ്യങ്ങൾ. ഇന്ത്യ, റഷ്യ, എല്ലാ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ എനിക്ക് ഓർമ്മ വന്ന രാജ്യങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും മെയിൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ചൈന, റഷ്യ, ഇന്ത്യ, ഇവര് 3 ആണ്.
പിന്നെ പാകിസ്ഥാൻ ഉണ്ട്, കസാക്കിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, താജിക്കിസ്ഥാൻ ഉണ്ട്, കിർഗിസ്ഥാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ് SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അത് അറിഞ്ഞിരിക്കണം. പിന്നീട് EAS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. EAS ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് EAS, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ്. ആസിയാൻ സമ്മിറ്റും ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റും ഒരുമിച്ച് ഒരേ വെന്യൂവിൽ വെച്ചാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഇപ്രാവശ്യം അതും വിർച്വൽ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു, കാരണം കോവിഡ് മൂലം. ആസിയാൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 10 രാജ്യങ്ങൾ ചേർന്നാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ. ആ ആസിയാന്റെ മീറ്റിങ്ങിനൊപ്പം നടക്കുന്ന വേറൊരു മീറ്റിംഗ് ആണ് എന്താണ് പിന്നീട് സോറി EAS എന്ന് പറയാം, പിന്നീട് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എന്ന് പറയുന്നത്, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ്. അപ്പൊ EASും ആസിയാനും, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഓക്കെ. പിന്നീട് മലയാളത്തിൽ ഇപ്രാവശ്യം എഴുത്തച്ഛൻ പുരസ്കാരം എന്നറിയപ്പെടുന്ന, മലയാളത്തിൽ ഏറ്റവും വലിയ ലിറ്ററേച്ചർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? മലയാളത്തിൽ ഏറ്റവും വലിയ ലിറ്ററേച്ചർ പ്രൈസ് ആണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നറിയപ്പെടുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം അത് ഇപ്രാവശ്യം കിട്ടിയത് ആർക്കാണ്? നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഞാനത് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സക്കറിയ. ഓക്കെ സക്കറിയ ഓക്കെ, ശരിയാണ്, സക്കറിയ. ഓക്കെ. പിന്നീട് കേരളത്തിന് ഫിലിം ഫീൽഡിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് JC ഡാനിയൽ അവാർഡ്. ഇപ്രാവശ്യം JC ഡാനിയൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? JC ഡാനിയൽ അവാർഡ്. JC ഡാനിയൽ അവാർഡ് ഹരിഹരൻ. ഹരിഹരൻ അറിഞ്ഞൂടാത്തവർ എഴുതിക്കൊള്ളേ, ഹരിഹരൻ. ഇതൊക്കെ കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് വേണമെന്നുള്ള എഴുതി ആദ്യം കേരള ബേസ്ഡ് എക്സാം എഴുതുന്നവർ, അല്ലാതെ നാഷണൽ എക്സാംസ് എഴുതുന്നവർ എഴുതിയും കുഴപ്പമില്ല. പിന്നീട് കർണാടകത്തിന്റെ ഗവർണർ അറിയാമോ? വാജുഭായ് ഭാലയാണ് സർ. വാജുഭായി വാല. VAJU BHAI വാജുഭായി, VAJU BHAI വാജുഭായി വാല. ശരിയാണ്, ആര്യ. പിന്നീട് മലബാർ എന്ന് പറയുന്ന നേവൽ എക്സർസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺട്രീസ് ഞാൻ 3 പേരുടെ പേര് പറയാം. 4 പേരുണ്ട്, 3 പേരുടെ പേര് പറയാം. 4ാമത്തെ കൺട്രി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ത്യ, US, ജപ്പാൻ. 4ാമത്തെ കൺട്രി ഏതാണ്? മലബാർ. ഓസ്ട്രേലിയ. നികിത, അഖിൽ എല്ലാരും പറഞ്ഞ ശരിയാണ്, ഓസ്ട്രേലിയ ആണ്. അപ്പോ മലബാർ എന്ന് പറയുന്ന ഒരു നേവൽ എക്സർസൈസ് ആണ്. ആ നേവൽ എക്സർസൈസ് ആക്ച്വലി ഒരു 3 രാജ്യങ്ങളിൽ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയും US-ഉം ജപ്പാനും. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓസ്ട്രേലിയയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഓസ്ട്രേലിയയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു മലബാർ എന്ന് പറയുന്ന നേവൽ എക്സർസൈസിൽ. ഓക്കെ. അതുപോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു റോക്കറ്റ് സിസ്റ്റമാണ്. ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത റോക്കറ്റ് സിസ്റ്റത്തിന്റെ പേരാണ്, ആർക്കെങ്കിലും അറിയ പേര് പറയാം? റോക്കറ്റ് സിസ്റ്റമാണ്, ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റമാണ്, മിസൈൽ അല്ല. പിനാക്ക. ശരിയാണ്. പിനാക്ക. പിനാക്ക. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റമാണ്. ഓക്കെ. പിന്നീട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഇത് തീർത്തു തരാനാണ് നോക്കുന്നത്. ഇന്ന് തീരത്തില്ല, ഞാൻ മാക്സിമം പോർഷൻസ് തീർക്കാനാണ് നോക്കുന്നത്. ഒരു ദിവസം കൂടെ കൊണ്ടേ തീരുള്ളൂ. ഓക്കെ. പിന്നീട് DRDOയുടെ ചെയർമാൻ ആരാണ്? DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDOയുടെ ചെയർമാൻ അറിയാമോ? ഡിഫൻസ് റിസർച്ച് ആൻഡ് സതീഷ് റെഡ്ഡി. ആര്യ, ശരിയാണ്. സതീഷ് റെഡ്ഡി. അനുടാത്തർ എഴുതണം. സതീഷ് റെഡ്ഡി ആണ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ സതീഷ് റെഡ്ഡി. ഇനി വീണ്ടും ഞാൻ ഒരു മാരിടൈം എക്സർസൈസിന്റെ പേര് പറയാം. നേവൽ എക്സർസൈസ് പോലെ ഒരു സംഭവം തന്നെയാണ് മാരിടൈം എക്സർസൈസ്. അതിൽ 2 കൺട്രീസാണ് പങ്കെടുക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പറയാം. സിംബെക്സ്, SIMBEX, സിംബെക്സ്. ഇതൊരു ബയലാറ്ററൽ എക്സർസൈസ് ആണ്. ഇന്ത്യയും സിംഗപ്പൂർ. ആര്യ, അതിൽ 2 പേരും പറഞ്ഞ ശരിയാണ്, ഇന്ത്യയും സിംഗപ്പൂരും. ഓക്കെ. സിംബെക്സ്, സിംഗപ്പൂരും ഇന്ത്യയുമാണ് അതിൽ പങ്കെടുക്കുന്നത്. SIMBEX, സിംഗപ്പൂർ ആൻഡ് ഇന്ത്യ. അപ്പൊ ബയലാറ്ററൽ ഞാൻ പറഞ്ഞു 2 രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, ഇന്ത്യയും സിംഗപ്പൂരും മാത്രം. ഓക്കെ.
പിന്നീട് ഇനി സിറ്റ്മെക്സ് എന്ന് പറയുന്ന വേറെ ഒരു എക്സർസൈസ് ഉണ്ട്. സിറ്റ്മെക്സ്, SITMEX, സിറ്റ്മെക്സ്. അത് ഒരു മാരിടൈം എക്സർസൈസ് ആണ്. അത് ട്രൈലാറ്ററൽ ആണ്. 3 രാജ്യങ്ങളുണ്ട് സിറ്റ്മെക്സിൽ. SITMEX, സിറ്റ്മെക്സ് ആരൊക്കെയാണ്? India, Singapore, Thailand. തായ്ലൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ അല്ല, സിംഗപ്പൂരാണ്. ഇന്ത്യയും സിംഗപ്പൂരും ആണ് സിംബെക്സിലുള്ളത്. സിറ്റ്മെക്സിൽ ഇന്ത്യ സിംഗപ്പൂരിനൊപ്പം തായ്ലൻഡ് കൂടെയാണ്. ഓക്കെ, സിംഗപ്പൂരാണ്. അത് ചെക്ക്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കിയോ. സിംഗപ്പൂരാണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, തായ്ലൻഡും ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, പിന്നീട് ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത നാവിഗേഷൻ സിസ്റ്റം ആണ് IRNSS എന്ന് പറയുന്നത്. ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത നാവിഗേഷൻ സിസ്റ്റം ആണ് IRNSS, ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. IRNSS ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റത്തിന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO റെക്കഗ്നൈസ് ചെയ്തു. അതുകൊണ്ട് വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ IRNSS മാറി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. IRNSS എന്ന് പറഞ്ഞ സംഭവം, ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന സംഭവം ആക്ച്വലി ഇന്ത്യയുടെ ISRO ഡെവലപ്പ് ചെയ്ത ഒരു നാവിഗേഷൻ സിസ്റ്റം ആണ്. അപ്പൊ അതിന് ഇപ്പോ IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഒക്കെ റെക്കഗ്നൈസ് ചെയ്തു. എന്നിട്ട് WWRNSന്റെ പാർട്ടായിട്ട് അതിനെയും അംഗീകരിച്ചു. WWRNS എന്താണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റം. വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റം അതിന്റെ പാർട്ടായിട്ട് പിന്നീട് IRNSനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ലോകത്തില് 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഈ സ്വന്തമായിട്ട് നാവിഗേഷൻ സിസ്റ്റം ഉള്ള 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഒരു രാജ്യം USA ആണ്. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും അവരെയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് GPS ആണ് ഉപയോഗിക്കുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. പിന്നീട് റഷ്യയുടെ ഗ്ലോനാസ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ 2ാമത്തെ രാജ്യം റഷ്യയാണ്. 3ാമത്തെ രാജ്യം ചൈനയാണ്. ചൈനയുടെ സിസ്റ്റത്തിന്റെ പേര് ബൈദു എന്നാണെന്നാണ് എന്റെ വിശ്വാസം. ചെക്ക് ചെയ്തോളാം. ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര് അല്ലേ, ബൈദു അല്ലേ? ഓക്കെ, അതെ. ഓക്കെ, റഷ്യയുടെ ഗ്ലോനാസ് ആണ്. GLONASS, ഗ്ലോനാസ്. അപ്പം ഇന്ത്യയുടേത് IRNSS. അപ്പം നാവിക് എന്ന് പറയാനുണ്ട് ഇതിന്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. IRNSന്റെ വേറൊരു പേരാണ് നാവിക്, NAVIC, നാവിക്. നാവികിന്റെ എക്സ്പാൻഷൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ISRO ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇപ്പൊ തന്നെ ഏകദേശം 5:30, 1.5 hours ആയി. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ഒരു 2 to 3 ഡേയ്സിനകത്ത് ഞാൻ എടുത്തുതരാം. അപ്പോഴത്തേക്ക് ഒരു ക്ലാസ് കൂടെ കണ്ട് കംപ്ലീറ്റ്ലി നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് മന്തില് കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് മെനക്കിടുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് കിട്ടും. പക്ഷെ പത്രം വായിക്കാൻ കുറെ ടൈം എടുക്കും. പക്ഷെ എന്നാലും പത്രം വായിക്കണം, കാരണം നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, ഞാൻ ടൈം കളയുന്നില്ല, നന്നായിട്ട് എല്ലാവരും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ട്യൂസ്ഡേയോ അല്ലെങ്കിൽ വെനസ്ഡേയോ അല്ലെങ്കിൽ മൺഡേയോ ഒക്കെ ഞാൻ ക്ലാസ് എടുക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ പറയണം. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ 3-4 പേര് മാത്രമായിട്ട് ആൻസർ പറയരുത്. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ, ഇത്രേ പറയാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. നിങ്ങൾ തിരിച്ചു പറയുന്നത് ഒന്നും എനിക്ക് കാണത്തില്ല. അതുകൊണ്ട് അതെന്തോ പറ്റിയതാണ്, എന്താണെന്ന് അറിയട്ടെ. എല്ലാവർക്കും വൺസ് അഗൈൻ